ശ്രീമദ് ഭാഗവതം സ്കന്ധം 1 അധ്യായം 1 സൂതനോട് ശൗനകാദികൾ ചോദിക്കുന്നു. നമുക്ക് ആദ്യം തന്നെ അതിലേക്ക് നേരിട്ടങ്ങ് കടക്കാം. ഒന്നാമത്തേൽ എന്താ പറയുന്നതെന്ന് നോക്കാം. ഈ ലോകത്തിൻ്റെ ജന്മ അല്ലെങ്കിൽ സൃഷ്ടിസ്ഥിതി ലയം അല്ലെങ്കിൽ സംഹാരം എന്നിവ യാതൊന്നുകളിൽ നിന്ന് നിരന്തരമായ ചേർച്ചകളുടെയും മറ്റും സംഭവിച്ചു കൊണ്ടിരിക്കുന്നുവോ, അതായത് ഈ ലോകം സൃഷ്ടിക്കപ്പെടുന്നു, സംരക്ഷിക്കപ്പെടുന്നു, അവസാനം ഏതിൽ നിന്നാണോ വന്നത് അതിൽ പോയി ലയിക്കുന്നു. സൃഷ്ടി അടക്കമെന്നാണ് ഏതിൽ നിന്നും കൊന്നൊന്നാണ് സൃഷ്ടി വരിക. ഒന്നുമില്ലാതെ ഒന്നും സൃഷ്ടിക്കാൻ പറ്റില്ല. അപ്പം ഏതോ ഒന്നുണ്ട്. അപ്പോൾ ആ സംഗതി ഏതിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടായി അതിനെ പരിപാലിച്ച് പിന്നെ അവസാനം അതിൽ തന്നെ കൊണ്ട് ലയിപ്പിക്കുന്നത് ഏതിലൂടെ? നിരന്തരമായ ചർച്ചയിലൂടെ. എല്ലായ്പ്പോഴും പരസ്പരം കൂടിച്ചേർന്നുകൊണ്ട്. സൃഷ്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആദ്യം ആ ബ്രഹ്മത്തിൽ നിന്ന് പുറത്തു വന്നത് ഊർജവും പിന്നെ കുറച്ച് കണങ്ങളുമാണ്, ഇലക്ട്രോണും പ്രോട്ടോണും. പിന്നെ അവ പലതരത്തിൽ കൂടിച്ചേർത്തിട്ടാണ് ഇവയെല്ലാം ഉണ്ടാകുന്നത്. ഉണ്ടാകും, ഇല്ലാതാകും, പിന്നെ ഉണ്ടാകും. എങ്ങനെ? ഈ പരസ്പരമുള്ള കൂടിച്ചേരൽ കൊണ്ട്. ഈ ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം പല റേഷ്യോയിൽ കൂടിച്ചേർന്ന്. ഏതുപോലെയെന്ന് വെച്ചാൽ നമ്മൾ കല്ലുകൊണ്ടാണ് ഈ ലോകത്തിലുള്ള എല്ലാ കെട്ടിടങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. പല രൂപത്തിൽ കൂടിച്ചേർത്തിട്ടാണ് പലതുണ്ടാക്കുന്നത്. അതുപോലെ ഉണ്ടാവും, കുറച്ചു കാലം നിലനിൽക്കും, പിന്നെ കളയും. ഇപ്പോൾ നമ്മൾ ഭൂമിയിലുള്ള സസ്യങ്ങളെല്ലാം ഭക്ഷിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ നമ്മൾ ഇല്ലാതാകുമ്പോൾ ഇതെല്ലാം ഭൂമിയിൽ തന്നെ പോയി ചേരും. അത് പിന്നെ ചെടികൾ വലിച്ചെടുക്കും. ചെടികൾ കായുണ്ടാവും. ആ കായ നിന്നിട്ടാണ് പിന്നെ വേറെ മനുഷ്യൻ ജീവിക്കുന്നത്. അപ്പം എല്ലാം ഉണ്ടാവുകയും ഇല്ലാതാവുകയും എല്ലാം ചെയ്യുകയാണ്. ഇതെല്ലാം പലതരത്തിലുള്ള കൂടിച്ചേരൽ കൂടിയാണ് ഉണ്ടാകുന്നത്. ഇതെല്ലാം ഏതിൽ നിന്നാണ് വന്നിരിക്കുന്നത്? ആദ്യമുള്ള ഏതോ ഒരു സംഗതിയിൽ നിന്ന്. യാതൊരുവൻ സർവഭൂതങ്ങളിലും സ്വപ്രകാശത്തോടെ ബോധസ്വരൂപനായിരുന്നു കൊണ്ട് സങ്കല്പശക്തിയാൽ ബ്രഹ്മാവിന് വേദത്തെ പ്രകാശിപ്പിച്ചു കൊടുത്തു. ഏതൊരുവൻ സർവഭൂതങ്ങളിലും ഇരുന്നു കൊണ്ട് പ്രകാശിക്കുന്നു. ആ ബ്രഹ്മത്തിൽ നിന്നാണ്, ബ്രഹ്മത്തിനോടെ പേര് പറഞ്ഞില്ല, നമുക്കറിയുന്നതുകൊണ്ട് ബ്രഹ്മം എന്ന് പറയുകയാണ്, അവർ പറഞ്ഞില്ല. ആ ബ്രഹ്മത്തിൽ നിന്ന് ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായി, ഞാനും അതിൽ നിന്നാണ് ഉണ്ടായത്. എന്നിട്ട് എന്നിൽ ഇരുന്നു കൊണ്ട് എന്നെ പ്രകാശിപ്പിക്കുന്നുണ്ട്. ഞാനീ പ്രവർത്തിക്കുന്നതും ഞാനീ കാണിക്കുന്നതെല്ലാം അത് എന്നിൽ ഇരുന്നു കൊണ്ട് അത് പ്രകാശിപ്പിക്കുന്നതാണ്. അപ്പോൾ എന്തെല്ലാം ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായി മാറിയിട്ടുണ്ടോ, അതിനെല്ലാം എന്തെല്ലാം പ്രത്യേകതകളുണ്ടോ അതെല്ലാം അത് തന്നെയാണ് പല സ്വഭാവ വിശേഷങ്ങളായിട്ട് പ്രകടമാകുന്നത്. അത് തന്നെയാണ് പല രൂപത്തിൽ ഞാനായിട്ടും വേറെ ആളില്ല അയാളുടെ സ്വഭാവമായിട്ടെല്ലാം പ്രകടമാകുന്നത്. എന്നിട്ടോ അപ്പോൾ അതെല്ലാ ജീവജാലങ്ങളിലും ഉള്ള ആ സംഗതി അതെവിടെ നിന്ന് വന്നതാണ്? ആ ബ്രഹ്മത്തിൽ നിന്ന് വന്നതാണ്. എങ്ങനെ? സ്വസങ്കല്പശക്തിയാണ്. അപ്പോൾ അതിൻ്റെ സങ്കല്പത്തിലൂടെയാണ്. എന്താണ് സങ്കല്പം? എല്ലാം ഉണ്ടാകുന്നത് ഒരു സങ്കല്പത്തിൽ നിന്നാണ്. അതായത് നമ്മളൊരു വീടുണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മളെ മനസ്സിലൊരു സങ്കല്പം ഉണ്ടാകും, ഇന്ന തരത്തിലൊരു വീട് ഉണ്ടാക്കണം. നമുക്കൊരു പായസം ഉണ്ടാക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളെ മനസ്സിലാണ് സങ്കല്പാത്തി ഉണ്ടാകുന്നത്, ഒരു പായസം ഉണ്ടാകുന്നത്. അതുപോലെ ബ്രഹ്മത്തിന് ഈ പ്രപഞ്ചം ഉണ്ടാകുമ്പോൾ ആദ്യം ഏതൊന്നുണ്ടായിരുന്നോ ആ ബ്രഹ്മമാണ്. ആ ബ്രഹ്മത്തിന് എന്തുണ്ടാകുന്നു? ഒരു സങ്കല്പം ഉണ്ടാകുന്നു. എന്ത്? ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കുന്നു. ലോകത്തിലെ പുരോഗതിയെല്ലാം മനുഷ്യരെ സൃഷ്ടിച്ചുകൊണ്ട് അതിലൂടെ നടപ്പാക്കണം.
അങ്ങനെയെല്ലാം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതെല്ലാം സങ്കല്പത്തിൽ നിന്ന് വന്നതാണ്. എന്നിട്ട് സങ്കല്പത്തിൽ നിന്നും എന്ത് ചെയ്തു? ബ്രഹ്മാവിന് വേദത്തെ പ്രകാശിപ്പിച്ചു കൊടുത്തു. ബ്രഹ്മാവിന്, അപ്പം ബ്രഹ്മാവാരാണ്? സൃഷ്ടി കർത്താവ്. അപ്പോൾ ആ ശക്തിയിൽ നിന്ന് ആദ്യം ഒരു സൃഷ്ടി നടത്തണമെന്ന ഒരു സങ്കല്പം ഉണ്ടായപ്പോൾ ഏതോ ഒരു ശക്തിവിശേഷം, അത് ആ ശക്തിവിശേഷം ആദ്യം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ ശക്തിവിശേഷത്തെ 3ആയി വേദങ്ങൾ തരംതിരിച്ചു. അതൊരു ശക്തിയാണ്. ഇന്നത്തെ ആധുനിക ബലം പോലെ തന്നെ ഒരു ശക്തിയാണത്. പക്ഷെ ആ ശക്തി ആധുനിക സയൻസ് കാര്യത്തിൽ എടുക്കുന്നില്ല. കാരണം അതിനെ ശരിക്കും തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷെ എല്ലാ പ്രപഞ്ചത്തിൻ്റെ പിന്നിലും വർത്തിക്കുന്നത് അത്തരം ഒരു ശക്തി തന്നെയാണ്. പക്ഷേ ആധുനിക സയൻസിൽ ഇപ്പം ബലം എന്നെല്ലാം പറയുന്നതിന് നമ്മളൊരു ബലം പ്രയോഗിക്കുക, അത് ആധുനിക സയൻസ് എടുക്കുന്നുണ്ട്. ഫോഴ്സ്, അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. അതിനൊരു ദിശ, ഈ ദിശയിലേക്കാണ് ബലം പ്രയോഗിക്കുന്നത്. അതിനൊരളവും ഉണ്ട്. ചെറിയ ബലം, വലിയ ബലം, അല്ല ഒരളവിലാണ് പറയുന്നത്. പക്ഷെ ഇത്തരം ചില പ്രേരക ശക്തികൾ അങ്ങനെ മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷനിൽ പറയാൻ പറ്റില്ല. ഉദാഹരണമായിട്ട് പ്രേമം എന്നൊരു വികാരം. ഇവിടെ നടക്കുന്ന പല സംഭവങ്ങളും പ്രേമത്തിലൂടെയും ദേഷ്യത്തിലൂടെയും കോപത്തിലൂടെയും എല്ലാം സംഭവിക്കുന്നതെങ്കിലും അതിനെ സയൻസിലൂടെ വ്യാഖ്യാനിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അതില്ല എന്ന് വെക്കരുത്. ഈ ലോകത്തെ മുഴുവൻ മുന്നോട്ടേക്ക് നടക്കുന്ന ഓരോ വിചാരങ്ങൾ, നമ്മൾ ആരെങ്കിലും കയറിയിട്ട് ഒരു അടിയടിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ദേഷ്യമെന്തോ കൊണ്ടാണ്. അപ്പം ഇതെല്ലാം ഈ പ്രപഞ്ചത്തിൽ എന്ത് ചെയ്യുന്നതും ഇത്തരം ചില ആഗ്രഹങ്ങളെല്ലാം. പക്ഷേ സയൻസ് അത് കണക്കാക്കുന്നില്ല. പക്ഷേ ആഗ്രഹിച്ചെങ്കിൽ മനുഷ്യന് ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. നമ്മളിപ്പോൾ റോക്കറ്റെല്ലാം ഉണ്ടാക്കി വിടുന്നതെല്ലാം ആഗ്രഹങ്ങളുള്ളതുകൊണ്ടാണ്. ആഗ്രഹം മനുഷ്യന് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ റോക്കറ്റൊന്നും ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെയുള്ള ചില ബലങ്ങളുണ്ട്. നമുക്ക് സയൻസിൽ അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റാത്ത ബലങ്ങൾ, അതിനെയാണ് ആദ്യം ഉള്ളത്. അപ്പം ആ ബലം ആദ്യം ഇതിൽ നിന്നാണ് വന്നത്, ബ്രഹ്മത്തിൽ നിന്നാണ് വന്നത്. ഒരു പ്രേരക ശക്തി. നമ്മളുടെ ഒരു പ്രേരണ ഉണ്ടാകുമ്പോൾ അത് ചെയ്യണമെന്ന് തോന്നുന്നതിനൊന്നും സയൻസിലോട്ട് അതിനൊരു വരച്ചൊന്നും എടുക്കാൻ പറ്റില്ല പ്രേരക ശക്തിയിൽ. പക്ഷെ ആ ശക്തി ഉണ്ട്. അതേപോലെ ആദ്യം ഒരു പ്രേരക ശക്തിയാണ് വന്നത്. ആ പ്രേരക ശക്തിയെ അവർ 3ആയി തിരിച്ചു. ആധുനിക സയൻസും എല്ലാ ബലത്തിൽ എന്തുണ്ട്? എനർജീനെ മെക്കാനിക്കൽ എനർജി, കെമിക്കൽ എനർജി, ഫിസിക്കൽ എനർജി എന്നെല്ലാം നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന പോലെ അവരും അതിനെ 3ആയിട്ട് തിരിച്ചു. സൃഷ്ടി, സ്ഥിതി, സംഹാരം. കാരണം എന്തൊന്നുണ്ടാകുന്നുണ്ടെങ്കിലും ഈ 3 അവസ്ഥകളുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒന്ന് സങ്കല്പത്തിലൂടെ ഒന്ന് സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശമുള്ള സമയത്തോളം അത് പരിപാലിക്കും, പിന്നെന്ത് ചെയ്യും? നശിപ്പിക്കും. ഉദാഹരണമായിട്ട് നമുക്കൊരു പായസം ഉണ്ടാക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പായസം ഉണ്ടാക്കും. അത് നമ്മൾ കുറച്ച് കാലം ഉപയോഗിക്കും. ഉണ്ടാക്കി അപ്പം തന്നെ തിന്ന് ഉപ്പൊന്നുമില്ല. ചിലപ്പോൾ പിറ്റേന്നേക്ക് ഫ്രിഡ്ജിലെല്ലാം വെക്കും. അപ്പോൾ അതിനെ പരിപാലിക്കും. ഫ്രിഡ്ജെല്ലാം ഉണ്ടാക്കി അതിൻ്റെ അകത്ത് വെച്ച് കുറച്ച് ദിവസം പരിപാലിച്ച് പിറ്റേത്തെ പിന്നെ ആവശ്യം കൈപ്പെടുത്ത് നശിപ്പിക്കും. അപ്പോൾ എന്തുണ്ട്? സൃഷ്ടിയുണ്ട്. നമ്മളൊരു വീട് വെക്കുകയാണെങ്കിൽ നമ്മളായിരിക്കും വീട് വെക്കുന്നത്. സ്ത്രീകളായിരിക്കും അതിനെ പരിപാലിക്കുന്നത്. പിന്നെ മക്കളായിരിക്കും അത് ചെയ്യുന്നത്. അച്ഛൻ വീട് വെക്കും, വീട്ടിലെ അമ്മയെല്ലാം പരിപാലിക്കും. കുട്ടികൾ അവരുടെ കാലം കാലത്തുമ്പോൾ പഴകുമ്പോഴെടുത്ത് കളയും. അപ്പോൾ എല്ലാത്തിനും ഒരു സൃഷ്ടി, സ്ഥിതി, സംഹാരമായ 3 രൂപങ്ങളുണ്ട്. സൃഷ്ടി എന്ന രൂപം ഒരു ബലമുണ്ട്, പ്രേരക ശക്തിയുണ്ട്. സംരക്ഷണം എന്നൊരു പ്രേരക ശക്തിയുണ്ട്. നശീകരിക്കണം. ഇതാണ് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ. അപ്പോൾ ഒരു 3 ബലങ്ങൾ ആ പ്രേരക ശക്തിയെ 3ആയിട്ട് അവർ തരംതിരിച്ചു. അതിലുള്ള ഒന്നാണ്, ആ പ്രേരക ശക്തിയാണ് ബ്രഹ്മാവ്. അപ്പം ബ്രഹ്മാവിനാണ് എന്തുള്ളത്? സൃഷ്ടി നടത്താനുള്ള ഉത്തരവാദിത്വം. പക്ഷെ സൃഷ്ടി നടത്തേണ്ടിക്ക് എന്ത് വേണം? സയൻസ് വേണം. അല്ലാതെ സൃഷ്ടി നടത്തുന്ന ആളിങ്ങനെ ദിവ്യ കഴിവൊന്നുമില്ല. ആ സൃഷ്ടി നടത്തുന്ന ബലത്തിന് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ സൃഷ്ടി നടത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ബ്രഹ്മാവിൽ വേദത്തെ പ്രകാശിപ്പിച്ചു കൊടുത്തു. എന്നിട്ട്
ഒരു സയൻസ്. വേദം എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ്, സയൻസാണ്. അത് ആർക്ക് പ്രകാശിപ്പിച്ചു കൊടുത്തു? ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയെല്ലാം സൃഷ്ടി നടത്തിപ്പോന്നു. ഇതെല്ലാം പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇതൊന്നും വ്യക്തികളല്ല, ഓരോ ബലങ്ങളാണ്, അദൃശ്യമായ പ്രേരക ശക്തികളാണ്. അത് ഉണ്ടാക്കിയിരിക്കുന്നത് സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു സൃഷ്ടി നടത്താനുള്ള തീരുമാനം, സൃഷ്ടിസ്ഥിതി സംഹാരത്തിലൂടെ ഒരു ലോകം ഉണ്ടാക്കുന്നു, നശിപ്പിക്കുന്നു, പിന്നെ ഉണ്ടാക്കുന്നു, നശിപ്പിക്കുന്നു. അതിന് 3 ബലങ്ങളായി തിരിഞ്ഞു: സൃഷ്ടിസ്ഥിതി സംഹാരം. എന്നിട്ട് സൃഷ്ടി നടത്തേണ്ടാക്ക് എന്ത് വേണം? സയൻസും വേണം. ആ സയൻസും ആരാണ്? ഏതിൽ നിന്നാണ് വന്നത്? ആ ബ്രഹ്മത്തിൽ നിന്ന് തന്നെയാണ്. ആദ്യം എന്തോ ഉണ്ടായിരുന്നു, അതിൽ നിന്നാണ് സയൻസും എല്ലാം ഉരുത്തിരിച്ച് വന്നിരിക്കുന്നത്. അല്ലാതെ നമ്മളുണ്ടാക്കി കൊടുത്തിട്ടില്ല സയൻസും, നമ്മളത് മനസ്സിലാക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതും ആ സയൻസും ഈ സൃഷ്ടിക്ക് വേണ്ട ആ സയൻസും ആരിൽ നിന്ന് വന്നു? യാതൊരുവനിൽ നിന്ന് അല്ല. എന്നിട്ടോ യാതൊന്നിനെ പറ്റി വിദ്വാൻമാർ പോലും മൂഢരായിരിക്കുന്നുവോ? ഇതെല്ലാം ഇങ്ങനെ ഒരു ബലമുണ്ടെന്ന് എത്ര വിദ്വാൻമാർ പോലും അത് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഒരു ബലം, ഒരു പ്രേരക ശക്തി ഒന്നിൽ നിന്ന് വന്നിട്ടുണ്ട്. കാരണം ആധുനിക സയൻസും ഇലക്ട്രോൺ, പ്രോട്ടോൺ, ഊർജം അവിടെ എത്തിയതിൻ്റെ ശേഷം അതിൻ്റെ അപ്പുറം കടക്കാൻ പറ്റാതെ അത് എന്തിൽ നിന്നുണ്ടായി എന്ന് മനസ്സിലാക്കാൻ പറ്റാതെ അവരിട്ടെറിഞ്ഞോടി. അതുകൊണ്ടാണ് എന്ന് പറയുന്നത്, യാതൊന്നിനെ പറ്റി വിദ്വാൻമാർ പോലും മൂഢരായിരിക്കുന്നു, അവർക്കൊന്നും മനസ്സിലായിട്ടില്ല. അതാണ് വേദങ്ങൾ പറഞ്ഞു തരുന്നത്. ഒരു സംഗതി അവിടെ ഉണ്ടായിരുന്നു, അതിന് രൂപഭാവമൊന്നും നമുക്ക് അങ്ങനെ തന്നെ അംഗീകരിച്ചേ പറ്റൂ. എന്തോ ഒരു സംഗതി അവിടെയുണ്ട്. ഇപ്പോഴും പേര് പറഞ്ഞിട്ടില്ല, പേരിന് പ്രശസ്തിയില്ല. പേര് നമ്മൾ കൊടുക്കുന്നില്ലേ, വലുതിന് നമ്മളെങ്ങനെയാണ് പേര് കൊടുക്കുക? അല്ല, അർത്ഥമില്ല. പക്ഷെ എന്നാലും കൊടുത്തല്ലേ പറ്റൂ. അതുകൊണ്ട് ബ്രഹ്മം എന്ന് പറയുന്നു. അപ്പം അതിനെപ്പറ്റി എന്തുണ്ട്? ഇപ്പോഴും ആർക്കും മനസ്സിലാക്കി, എത്ര വിദ്വാൻമാർക്കും അങ്ങനെ ഒരു ബലങ്ങളുണ്ട് എന്ന് മനസ്സിലായിട്ടില്ല. പക്ഷെ ലോകത്തെ നിയന്ത്രിക്കുന്ന ഇത്തരം സയൻസിൻ്റെ പരിധിയിൽപ്പെടാത്ത ബലങ്ങളാണ്. അങ്ങനെ ഒരു ബലമുണ്ട്. ഇപ്പം പ്രേമം കൊണ്ടാണ് പലതും ഈ നാട്ടിൽ സംഭവിക്കുന്നത്. കോപം കൊണ്ടാണ്, ദേഷ്യം കൊണ്ടാണ്, വിദ്വേഷം കൊണ്ടാണ് ഈ നാട്ടിൽ പലതും സംഭവിക്കുന്നത്. ആഗ്രഹം കൊണ്ടാണ് പല കണ്ടുപിടുത്തങ്ങളും ഉണ്ടാകുന്നത്. പക്ഷേ ഈ ആഗ്രഹം എന്നുള്ള ഈ ബലങ്ങളെ ആധുനിക സയൻസിന് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പക്ഷെ അതില്ലാതെ ഈ സയൻസും ഇല്ല, ഒരു യുക്തിയും ഇല്ല. അതാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത്. യാതൊരുവനിൽ നിന്നും തേജസ്, വെള്ളം, മണ്ണ് എന്നീ രൂപമാറ്റം വന്നുവോ? അതായത് പഞ്ചഭൂതങ്ങളിൽ 4: ഖര, ദ്രവ, വാതക, ഊർജം. തേജസ് എന്ന് പറയുന്ന അഗ്നിയാണ്. പിന്നെ വായുവുണ്ട്. ജലം എന്ന് പറയുന്നത് ദ്രവരൂപമാണ്. മണ്ണ് എന്ന് പറയുന്ന, നമ്മൾ ചിലയിടത്ത് ഭൂമി എന്ന് പറയും. ഭൂമി, ജലം, വായു, ആകാശം എന്നാണ് പറയുന്നത്. ഇവിടെ മണ്ണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കരരൂപം എന്ന അർത്ഥമേ ഉള്ളൂ. ഖര, ദ്രവ, വാതക, ഊർജം. ഏതൊന്നിൽ നിന്നും ഈ രൂപത്തിൽ പ്രകടമായോ? ഇപ്പം പ്രപഞ്ചം ആദ്യം ഉണ്ടായപ്പോൾ ഖര, ദ്രവ, വാതക, ഊർജ രൂപത്തിലാണ് ഇത് ഉണ്ടായത്. രൂപമാറ്റം സംഭവിച്ചിരിക്കുന്നത് ഏതിൽ നിന്ന്? നിർഗുണമായ ബ്രഹ്മത്തിൽ നിന്ന്. സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രഹ്മാവ് ആ സൃഷ്ടിക്ക് പിന്നിലുള്ള ശക്തിയെ 3ആയി തിരിച്ചു: സൃഷ്ടി, സ്ഥിതി, സംഹാരം. സൃഷ്ടിക്ക് പിന്നിലുള്ള ആ ശക്തി ഖര, ദ്രവ, വാതക, ഊർജമായുള്ള രൂപത്തിലേക്ക് അതിനെ മാറ്റിയെടുത്തു. എന്നീ രൂപമാറ്റം വന്നുവോ? യാതൊരുവനിൽ നിന്നും ത്രിഗുണങ്ങൾ മൂലം മായാഗുണത്തോടു കൂടിയ സൃഷ്ടി ഉണ്ടായതായി തോന്നുന്നുവോ? അപ്പം അതിൽ നിന്നുമാണ് ത്രിഗുണങ്ങളാൽ. അപ്പം എന്ത് ഗുണങ്ങളാൽ? 3 ഗുണങ്ങളാലാണ് കർമ്മം നടക്കുന്നത്. 3 ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്വ, രജോ, തമോ ഗുണം. ആധുനിക സയൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ലോ ഏതാണ്? ന്യൂട്ടൺ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ. ഏതൊരു വസ്തുവിനും അതിൻ്റെ അവസ്ഥയിൽ തുടരാനുള്ളൊരു സാധ്യതയുണ്ട്, താല്പര്യമുണ്ട്. എനിക്കും ഇങ്ങനെ ഇരിക്കുന്നതാണ് താല്പര്യം. ഇരുന്നു കൊണ്ടിരിക്കുമ്പോൾ, നടന്നുകൊണ്ടിരിക്കാനാണ് താല്പര്യം.
ഓടുന്ന ഒരു കാറിന് ഓടിക്കൊണ്ടിരിക്കാനാണ് താല്പര്യം. അതാണ് സത്വഗുണം. ഒരു സിസ്റ്റം, ഒരു ലോകത്തിലൊരു വ്യവസ്ഥിതി ഉണ്ടെങ്കിൽ ആ വ്യവസ്ഥിതിക്ക് അതിൽ തന്നെ പോകാനാണ് താല്പര്യം. പക്ഷെ അതിൽ നിന്നൊരു മാറ്റം വരുത്തുണ്ടെങ്കിൽ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പ്രകാരം നമ്മളൊരു ബലം പ്രയോഗിക്കണം. അത് തന്നെയാണ് രജോ ഗുണം. നമ്മളൊരു ബലം പ്രയോഗിച്ചാൽ മാത്രമേ ഒരു വ്യവസ്ഥിതിയെ മാറ്റി വേറൊന്നാക്കാൻ പറ്റുകയുള്ളൂ. നമ്മൾ ഇരുന്നിടത്തുനിന്ന് എണീക്കണ്ടിക്കലും ഒരു ബലം പ്രയോഗിക്കണം. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാറാണെങ്കിലും നിർത്തണ്ടിക്ക് ബലം പ്രയോഗിക്കണം. നിന്ന ഒരു കാറാണെങ്കിലും ഓടണ്ടിക്കിൽ കൂടുതൽ, അതാണ് സ്റ്റാർട്ടിങ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഓടണ്ടിക്ക് ഒരു ബലം പ്രയോഗിക്കണം. അങ്ങനെ ബലം പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു റിയാക്ഷനുടെ ന്യൂട്ടന്റെ തേർഡ് ലോ, തമോ ഗുണം. വേണ്ട വേണ്ട എന്ന് പറയുന്ന ഒരു പിന്തിരിപ്പിക്കുന്നു. നമുക്കിങ്ങനെ തന്നെ നിന്നാൽ മതി. ഞാനിങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ എണീക്കണമെന്ന് തോന്നുമ്പോൾ ഉള്ളിൽ നിന്ന് പറയുമ്പോൾ വേണ്ട, കുറച്ചും കൂടി അടക്കിടക്ക് ഇങ്ങനെ തന്നെ കിടക്കുന്ന അസുഖം. ഒരു വ്യവസ്ഥിതിയെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ, പുതിയൊരു നല്ലതിലേക്ക് പോകണമെന്ന് ശ്രമിക്കുമ്പോൾ പഴയ കക്ഷികൾ എന്തു പറയും, വേണ്ട വേണ്ട, പിന്നെ അതിനെ അങ്ങനെ മുന്നോട്ടേക്കൊണ്ട് ഇങ്ങനെ തന്നെ നിന്നാൽ മതി എന്ന്. ഈ ഒരു 3 ഗുണത്തിലൂടെയാണ് ന്യൂട്ടന്റെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ലോ ഇതിലെ സത്വരജോ തമോ ഗുണത്തിലൂടെയാണ് എന്തു വരുന്നത്, ഈ ലോകം സൃഷ്ടി ഉണ്ടായിരിക്കുന്നത്. അത് മായയിലകപ്പെട്ടിരിക്കുന്ന ലോകമാണ്. എന്തുകൊണ്ടാണ് മായ എന്ന് പറയുന്നത്? ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി ആ ബ്രഹ്മമാണ്. ബ്രഹ്മത്തിന് ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കും. കൃതയുഗ, ത്രേതായുഗ, ദ്വാപരയുഗ, കലിയുഗത്തിൻ്റെ അവസാനത്തിൽ ഗോത്ര കാലഘട്ടം, കൊളോണിയലിസം, ഇന്നത്തെ നമ്മുടെ കാലഘട്ടം, അതിൻ്റെ മുതലാളിത്ത ഈ വ്യവസ്ഥിതിയെല്ലാം ഉണ്ട്. അതിൻ്റെ ശേഷം ഒരു സുന്ദരമായ ഒരു വസുദേവ കുടുംബം ഉണ്ടാക്കണം. അതിന് മനുഷ്യരെയെല്ലാം സൃഷ്ടിച്ചിട്ട് മനുഷ്യരിലൂട്ടിയാണ് ബാക്കി കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പം മനുഷ്യരിൽ ഉണ്ടാക്കിയതിൻ്റെ ശേഷം അതെന്താ ചെയ്യുന്നത്, മനുഷ്യരിൽ ഞാനെന്ന ഒരു ചിന്താഗതി ഉണ്ടാക്കുന്നു. എന്നിട്ട് എന്നിലൊരാഗ്രഹം ഉണ്ടാക്കിയിട്ടാണ് എന്നെക്കൊണ്ട് പണിയെടുപ്പിക്കുന്നത്. അപ്പോൾ എനിക്കൊരു പുരോഗതി ഉണ്ടാകുമ്പോഴേക്കും എനിക്ക് തോന്നും, നല്ലൊരു സഞ്ചരിക്കാൻ ഒരു വാഹനം വേണം, ഒരാഗ്രഹം ഉണ്ടാകും, ഇങ്ങനെ നടന്നു പോകാൻ പറ്റില്ല. അപ്പോഴാണ് ഞാൻ ഗവേഷണം നടത്തിയിട്ട് കാറ് കണ്ടെത്തുന്നത്. അങ്ങനെ എന്നിലൊരാഗ്രഹം ഉണ്ടാക്കിക്കൊണ്ടാണ് നമ്മളെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ നമുക്കിത് മനസ്സിലാകുന്നില്ല. ഈ ലോകത്ത് നടക്കുന്ന എല്ലാ പുരോഗതികളും അത് വിചാരിച്ച പോലെ തന്നെയാണ് നടക്കുന്നത്, നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. പക്ഷെ ഈ സത്യം നമുക്ക് മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ട്? അത് നമുക്ക് മനസ്സിലാക്കാൻ സമ്മതിക്കുന്നില്ല. നമ്മളുടെ ഞാനെന്നൊരു വികാരം ഉണ്ടാക്കിയിട്ട് നമ്മളെ കൊണ്ട് ഒരു ആഗ്രഹം ഉണ്ടാക്കിയിട്ട് ചെയ്യിപ്പിക്കുകയാണ്. ആഗ്രഹത്തിൻ്റെ പിന്നാലെ നമ്മൾ ഓടുകയാണ്. അപ്പോൾ നമ്മൾ ഈ ആഗ്രഹത്തിൻ്റെ പിന്നാലെ ഓടുമ്പോൾ നമുക്ക് ദുഃഖമേ കിട്ടുന്നുള്ളൂ. കാരണം നമ്മളൊരാഗ്രഹം ഉണ്ടായിട്ട് അത് സാധിച്ചാൽ ഉടനെ വേറൊരാഗ്രഹം വരും. നമുക്ക് അതുകൊണ്ട് നിൽക്കുന്നില്ല, അവിടെ നിന്ന് സാറ്റിസ്ഫൈ ചെയ്ത് നിൽക്കാൻ പറ്റുന്നില്ല. മരണം വരെ ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മളിങ്ങനെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ചെയ്യുന്ന സമയത്തിൽ എന്താണ് ഏറ്റവും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എല്ലാം തന്നെയാണ്. അതുകൊണ്ട് മരണം വരെ നമുക്കെന്തില്ല, സമാധാനമില്ല. എന്തുകൊണ്ട് സമാധാനമില്ല? നമ്മളുടെ ഓരോ ആഗ്രഹങ്ങൾ. പക്ഷെ ഇത് നമുക്ക് മനസ്സിലാകുന്നില്ല. ഈ കക്ഷി അതിൻ്റെ കാര്യം സാധിക്കാൻ വേണ്ടിയാണ് നമ്മളെക്കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള ചിന്താഗതി നമുക്ക് വരാതെ എനിക്ക് എനിക്ക് എന്ന ഒരു ചിന്താഗതി കൊണ്ട് പോകുമ്പോഴാണ് നമുക്ക് ഈ കഷ്ടപ്പാടെല്ലാം അനുഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മായയാൽ മൂടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ ശക്തി വിശേഷത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്, ഇങ്ങനെ പിന്നിലുള്ള ശക്തി. അതുകൊണ്ടാണ് മായയാലാണ് ഈ പ്രപഞ്ച സൃഷ്ടി ഉണ്ടാക്കുന്നത്. അതിൻ്റെ പിന്നിലും ആരാണ്? ആരുടെ ബുദ്ധിയാണ്? ആ അജ്ഞാതമായ ശക്തിയുടേതാണ്. അതുകൊണ്ടാണ് ഗുണങ്ങളോടുകൂടിയ സൃഷ്ടി ഉണ്ടായതായി. ത്രിഗുണങ്ങളുടെ മായാരൂപമായ ഒരു ലോകത്തെ ആരിലൂടെ ഉണ്ടാക്കിയോ തൻ്റെ മഹിമയാൽ ആ മായാമയമായ സൃഷ്ടിയിൽ നിന്നും വിട്ടു നിൽക്കുന്നുവോ അതേസമയം അതെന്ത് ചെയ്യുന്നുണ്ട്? അത് ഇതിലൊന്നും തലയിടുന്നുമില്ല. അത് തന്നെയാണ് ഇതിൻ്റെ എല്ലാം ഈ സൃഷ്ടിക്ക് പിന്നിലെങ്കിലും
ആ നിർഗുണമായ സംഗതി എന്ത് ചെയ്യുന്നില്ല, ഇതിലൊന്നും തലയിടുന്നില്ല. ഈ പ്ലാനെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ലോകം 3 ലോകത്തിലോട്ട് പോകണം, സുന്ദരമായ ലോകം ഉണ്ടാകണം, പൊളിച്ച് ആദ്യം ഒന്നേന്ന് തുടങ്ങണം, പൊളിക്കണം. ഇങ്ങനെ അത് ഒരു കമ്പ്യൂട്ടറിലെ പ്രോഗ്രാം മാതിരി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ തലയിടുന്നില്ല. ഏതുപോലെയെന്ന ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ്. പക്ഷെ ആ വ്യക്തി ഭരണഘടന ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അങ്ങേർക്ക് അതിൻ്റെ അകത്ത് ഒരു കാര്യമില്ല, അതിലേക്ക് തലയിടാനൊന്നും പറ്റില്ല. ആ ഭരണഘടന വരുമ്പോൾ അങ്ങേരും അതിൻ്റെ അകത്ത് ബാധ്യസ്ഥരാണ്. അതുപോലെ ഇതെല്ലാം ഉണ്ടാക്കിയ ആ ശക്തിവിശേഷം ബ്രഹ്മം എന്ന് നമ്മൾ പറയാൻ ഇവിടെ പേര് പറഞ്ഞിട്ടില്ല. കാരണം പേരിൽ പ്രാധാന്യമില്ല. അതുകൊണ്ടാണ് പറയുന്നത് എന്തോ ഒരു സംഗതി അതാണ് ഇതെല്ലാം ആക്കിയിരിക്കുന്നത്. പക്ഷെ അത് ഇതിൻ്റെ അകത്ത് പിന്നെ തലയിടില്ല. ഈ നടക്കുന്ന കർമ്മങ്ങളിൽ അത് തലയിടില്ല. അതിനെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് സാധിപ്പിക്കാൻ എന്തോ ശ്രമിച്ചാൽ അതിൻ്റെ അകത്തൊന്നും തലയിടില്ല. ഇപ്പം അംബേദ്കറോട് പോയി പറഞ്ഞിട്ട്, ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയ മഹാനായ അംബേദ്കർ അടുത്ത് പോയിട്ട് നമ്മൾ എൻ്റെ കാര്യം ഒന്ന് കേസ് ശരിയാക്കി തരാം പറയണേ എന്ന് പറഞ്ഞാൽ നടക്കൂ? പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മൾ പറയാനും പോവില്ല. അതുണ്ടാക്കിയ ആ വ്യക്തി എൻ്റെ മുമ്പിലേക്ക് സാറല്ലേ ഈ ഭരണഘടന ഉണ്ടാക്കുമെന്ന്, എൻ്റെ ഒരു കേസുണ്ടോ ഒന്ന് അനുകൂലമായി തീർത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, എൻ്റെ പരിപാടിയിലല്ല വരുന്നു. അതല്ല, അത് വഴിക്കത്ത് പോകും. എനിക്കില്ല. അതുപോലെ ഈ ശക്തിയാണ് പ്രപഞ്ചമെല്ലാം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പോകണമെന്ന് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങേര് അതിൽ നിന്ന് ഏതൊരു ശക്തി അതിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നുവോ, അതായത് അതാണ് ഈശ്വരനെന്ന് നമ്മളെ സങ്കല്പം, അത് നമ്മുടെ ഒരാഗ്രഹത്തിലും തലയിടാൻ പോകുന്നില്ല. അത് മാറി നിൽക്കുകയാണ്. വിട്ടു നിൽക്കുന്നുവോ ആ പരമാത്മസ്വരൂപത്തെ ധ്യാനിക്കുന്നു. അപ്പം ഈ ഭാഗവതം എഴുതുന്ന കക്ഷി, അതായത് വേദവ്യാസനാണെങ്കിൽ വേദവ്യാസൻ ആദ്യം തന്നെ എന്ത് പറയുന്നു, അങ്ങനെ ഒരു ശക്തി ഉണ്ട്. ആ ശക്തിയെ എന്ത് ചെയ്യുന്നു, ഞാൻ ധ്യാനിക്കുന്നു. അതിനെപ്പറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഞാനും ധ്യാനിക്കുകയാണ്, അതിനെപ്പറ്റി ചിന്തിക്കുകയാണ്. അതാണ് ഇതിൻ്റെ പിന്നിലെല്ലാം ഈ ലോകത്തിൽ കാട്ടിക്കൂട്ടുന്നതിൻ്റെ പിന്നിൽ. അതിനെ ഞാൻ ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് ഒന്നാമത്തേത്. ഇനി രണ്ടാമത്തേത്, ശ്രീ മുനിശ്രേഷ്ഠനായ ശ്രീ നാരായണനാൽ രചിക്കപ്പെട്ട ശ്രീ മഹാഭാഗവതം. ഇപ്പം ഭാഗവതം രചിച്ചതാരാണ്? അതായത് ആദ്യം ഭാഗവതം ഏതിൽ നിന്നാണ് വന്നത്? വേദവ്യാസനിൽ നിന്നല്ല. വേദവ്യാസൻ നമ്മുടെ ശാസ്ത്രജ്ഞന്മാരെ ന്യൂട്ടണെല്ലാം എന്തെങ്കിലും കണ്ടുപിടിച്ചെങ്കിൽ അതൊന്നും അദ്ദേഹം സ്വയം ഉണ്ടാക്കിയതല്ല. പ്രപഞ്ചത്തിലുള്ളത് മനസ്സിലാക്കിയേ ചെയ്തിട്ടുള്ളൂ. ഋഷികളെല്ലാം പ്രപഞ്ചത്തിലുള്ള നിയമങ്ങൾ മനസ്സിലാക്കിയേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ എഴുതി വെച്ചത് വേദവ്യാസൻ കൂട്ടിവെക്കുകയാണ് ചെയ്തത്. അതപ്പോൾ ഇത് എവിടെ നിന്നാണ് വന്നത്? അതും ആ ബ്രഹ്മത്തിൽ നിന്നാണ്. വേദങ്ങൾ വന്നത് ബ്രഹ്മത്തിൽ നിന്നാണ്. അപ്പോൾ ഒരു പുരാണ കഥയിൽ പറയുന്നത് ബ്രഹ്മാവിനാണല്ലോ സൃഷ്ടി, ആ ശക്തി. ബ്രഹ്മാവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ തലയും മറ്റൊന്നും വന്നു പോകരുത്. ഏതോ ഒരു അജ്ഞാത ശക്തിയാണ്. അതിനൊന്നും നമുക്ക് ഒരു ശക്തി സയൻസിലോട്ടോ അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റില്ല. അപ്പം അത് സയൻസിലൂട്ടിയാണ് സൃഷ്ടി നടക്കുന്നത്. അപ്പം അതിന് ആദ്യം സയൻസ് വേണമല്ലോ. അപ്പം അതെന്ത് ചെയ്തു? അന്തം വിട്ട് നിൽക്കുകയാണ്. എങ്ങനെ സൃഷ്ടി നടക്കുമെന്ന് ഒന്നും അറിയില്ല. അപ്പോൾ ഇതിനെല്ലാം സംരക്ഷിക്കുന്ന ശക്തി, മേൽനോട്ടം വഹിക്കുന്ന വിഷയമുണ്ടല്ലോ, ആരും വിഷ്ണു, അതും ഒരു ശക്തിയാണ്. ആ ശക്തി എന്ത് ചെയ്തു? അതാണ് ഒന്നാമത്തെ അവതാരത്ത് പുരാണ കഥകളിലെല്ലാം പോയിട്ട് ഏതോ അസുരൻ്റെ അടുത്ത് നിന്ന് വേദങ്ങളെടുത്ത് കൊണ്ടു കൊടുത്തായിട്ട് ചിത്രീകരിച്ച് ഏതൊരു സാഗരത്തിൽ, സമുദ്രത്തിൽ. എന്തുകൊണ്ടാണ് സമുദ്രം എന്ന് പറഞ്ഞത്? ആദ്യം ശൂന്യമാണ്. സമുദ്രത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സമുദ്രത്തിൽ നോക്കിയ എല്ലാ സ്ഥലത്തും ഒരുപോലെയാണ്. പിന്നെ കുറച്ച് തിരമാല മാത്രം കാണുമായിരിക്കും. അതുപോലെ ആ പ്രപഞ്ചം ആദ്യം ശൂന്യമാണ്. പ്രപഞ്ചം ഉണ്ടാകുന്നതിനെക്കാട്ടി മുമ്പിൽ. പിന്നെ ഈ ഒരു പ്രേരക ശക്തികൾ ഇങ്ങനെ തരംഗമായിട്ട് ഒഴുകുന്നുണ്ട്. അപ്പോൾ അതിനൊരു സമുദ്ര രൂപത്തിൽ ചിത്രീകരിച്ചു. അതാണ് നരനാരായണൻ എന്ന് പറയും. നാരായണൻ, ജലത്തിൽ ശയിച്ച ശക്തി. അതിൽ വിഷ്ണു തന്നെയാണ്. വിഷ്ണുവാണ് പരിപാലനം. എല്ലാം നോക്കി അടക്കേണ്ട ജോലി. ഇപ്പം നമ്മുടെ വീട്ടിൽ പോയിട്ട് അമ്മയോട് പറയുകയാണ്,
എനിക്കൊരു കൂടെ പായപ്പായസം കുടിക്കണം എന്ന് പറഞ്ഞാൽ അമ്മ എന്ത് പറയും? അയ്യോ, എനിക്കതൊന്നും ഉണ്ടാക്കാനൊന്നും അറിയില്ല. അപ്പം പിന്നെ എൻ്റെ ജോലിയാണ് അത് പോയിട്ട് നെറ്റിലെല്ലാം തപ്പിയെടുത്തിട്ട് കൊടുക്കൽ, ഉണ്ടാക്കേണ്ട പാചകം. അതുപോലെ ബ്രഹ്മാവിനാണ് സൃഷ്ടിയൊക്കെ, എന്നെ കൊണ്ടുണ്ടാക്കാൻ എനിക്ക് തത്വമൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ വിഷ്ണുവിൻ്റെ ജോലിയാണ് പിന്നെ തപ്പിക്കൊടുത്തിട്ട്. പ്രപഞ്ചത്തിൽ സയൻസ് ഉണ്ട്, അതേതിൽ നിന്ന്? ബ്രഹ്മത്തിൽ നിന്ന് വന്ന് എവിടെയോ ഉണ്ട്, അതെടുത്ത് കൊടുക്കുന്നതായിട്ട് കഥയിൽ ചിത്രീകരിക്കും. അപ്പം അവിടെ ഒരു വിഷ്ണു എടുത്തു കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണുവായിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നാരായണൻ എന്നൊരു പേരിൽ പറഞ്ഞു. നാരായണന്റെ കൈമിലായിരുന്നുണ്ട്. നാരായണൻ എന്ന് പറഞ്ഞാൽ അനന്തമായ ജലത്തിൽ ശയിക്കുന്നത്. അപ്പോൾ ശൂന്യമായ സ്ഥലത്ത് ശയിക്കുന്ന ഒരു ശക്തിയുടെ കൈമിൽ എന്തുണ്ട്? പ്രപഞ്ചത്തിൽ സയൻസ് ഉണ്ട്. 3 × 2 എന്ന് പറയുന്നത് 5 തന്നെയാണ്. അത് ഈ ലോകം ഉണ്ടായാലും ലോകം മുഴുവൻ കത്തിയിരിഞ്ഞ് ഇല്ലാതെയായാലും 3 × 2 5 തന്നെയാണ്. അത് എവിടെയും ഉണ്ട്. അതാ വിശാലമായ അനന്തമായ ആ നാരായണനിലുണ്ട്. ജലം പോലെയുള്ള ആ സമുദ്രത്തിലുണ്ട്. അതിൻ്റെ കസ്റ്റോഡിയൻ ആരാണ്? നാരായണനാണ്. അതുകൊണ്ട് നാരായണനിൽ നിന്നാണ് വേദങ്ങൾ ഉത്ഭവിച്ചത്. അപ്പം മുനിശ്രേഷ്ഠനായ നാരായണനാൽ രചിക്കപ്പെട്ട, അവിടെ നിന്നാണ് രചിച്ചിരിക്കുന്നത്. അതിൻ്റെ തുടക്കം സയൻസ് അവിടെ നിന്നാണ് വന്നത്. അതാണ് വിഷ്ണു എടുത്തിട്ട് ബ്രഹ്മാവിനെടുത്ത് ആ സാഗരത്തിൽ പോയിട്ട് ഒരു അസുരൻ്റെ കൈമൊന്നെടുത്തിട്ട് കൊന്നിട്ട് എടുത്തു കൊടുക്കാം. 1ാമത്തെ അവതാരം. ഇവിടെ വേറെ കാര്യത്തിൽ പറയുന്നതിന് രചിക്കപ്പെട്ടതായ ശ്രീ മഹാഭാഗവതം എന്ന ഗ്രന്ഥത്തിൽ സജ്ജനങ്ങളായ ഫലമിച്ഛിക്കാതെ സ്വധർമ്മത്തിൻ്റെ ഭാഗമായി കർമ്മം അനുഷ്ഠിക്കുന്നവരുടെ ആധ്യാത്മിക, അതിഭൗതിക, അതിദൈവികം എന്നുള്ള 3 വിധ താപങ്ങളെ വേറെടുത്ത് പരമാർത്ഥ സുഖം നൽകുന്ന ജ്ഞാനകാണ്ഡ പ്രോക്തമായ ബ്രഹ്മതത്വം ഇതിലൂടെ അറിയാം. അതായത് നാരായണനാൽ രചിക്കപ്പെട്ട ആ ബ്രഹ്മതത്വം, അതെല്ലാം ബ്രഹ്മത്തിൽ നിന്ന് വന്ന തത്വം ആർക്കറിയാൻ പറ്റും? സജ്ജനങ്ങളായവർക്ക്, നല്ല ജനങ്ങൾക്ക് ഫല ഇച്ഛയില്ലാതെ ശ്രമിക്കണം. ഫലത്തെ ഇച്ഛിച്ചുകൊണ്ട് ഫലം ഇച്ഛിച്ച് കിടക്കുന്നവർക്ക് ഭൗതിക സുഖത്തിൻ്റെ പിന്നാലെ ഓടാനേ നേരം ഉണ്ടാവും. ഇതൊന്നും മനസ്സിലാക്കാൻ നേരം ഉണ്ടാവില്ല. ഈ തത്വം മനസ്സിലാക്കിണ്ടെങ്കിൽ ഫലമൊന്നും ഇച്ഛിക്കാതെ നമ്മൾ മുഴുവൻ ഫലത്തിൻ്റെ പിന്നാലെ ഓടുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും ലോകത്തിൽ ആർക്കും മനസ്സിലാകുന്നത്. എല്ലാവരും ഇത് മനസ്സിലാക്കിയിട്ട് വേറെ ഗുണമൊന്നുമില്ല. ബ്രഹ്മത്തെ മനസ്സിലാക്കിയിട്ട് എന്ത് കാര്യം? ബ്രഹ്മം ഒന്നും സഹായിക്കാനും പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ ബ്രഹ്മത്തിൻ്റെ പിന്നാലെ പോകുന്നില്ല. പക്ഷേ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എന്ത് വേണം? അങ്ങനെ ജ്ഞാനം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരെന്ത് വേണം? ആധ്യാത്മികം, അതിദൈവികം, അതിഭൗതികം എന്നുള്ള 3 വിധ താപങ്ങളെയും വേറെ അറക്കണം. അപ്പം ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം ആദ്യം ഒരു പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട്. ആ പ്ലാനിനാണ് ആധ്യാത്മികം എന്ന് പറയുന്നത്. അതായത് പരമാത്മാവ് എന്നെല്ലാം പറയുന്ന ഒരു പ്ലാൻ, സങ്കല്പത്തിൽ നിന്ന് ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടേ ഉണ്ടാക്കും. നമ്മളിപ്പോൾ ഒരു സങ്കല്പത്തിൽ വീടുണ്ടാക്കുമ്പോൾ നമ്മളെ മനസ്സിൽ ധരിക്കും ഇന്ന് ഇത്ര മുറികൾ വേണം എന്നുള്ള ഒരു പ്ലാൻ ഉണ്ടാവുമല്ലോ. ആ പ്ലാനിനാണ് ആധ്യാത്മികം എന്ന് പറയുന്നത്. ആ പ്ലാനെല്ലാം ഭൗതികതയുടെ പിന്നിലാണ്. ആധ്യാത്മികമുണ്ട്, പിന്നെ എന്തുണ്ട്? അതിഭൗതികം. അതിൽ നിന്നാണ് ഭൗതിക ലോകം ഉരുത്തിരിഞ്ഞു വരുന്നത്. അപ്പോൾ അതിഭൗതികം, അതിനെ നിയന്ത്രിക്കുന്ന ഒരു അതിദൈവികമുണ്ട്. അപ്പോൾ ഒരു 3 ശക്തികളായിട്ട് അത് തിരിഞ്ഞിട്ടുണ്ട്. അതിലൂടെയാണ് പ്രപഞ്ചവും. അതായത് ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു, പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സൃഷ്ടി നടത്താൻ ശ്രമിക്കുന്നു, അതിനെ ഏകീകരിക്കുന്ന ഒരു ശക്തി. ഈ 3ന്റെ അപ്പുറമാണ് ആരുള്ളത്? നിർഗുണമായ ബ്രഹ്മമുള്ളത്. അപ്പം അതിനെ മനസ്സിലാക്കേണ്ടിട്ട് നമ്മൾ ആദ്യം ഈ ഭൗതികമായ ഈ ഏറ്റവും മൂലയുള്ള എല്ലാ കാര്യങ്ങളെയും മറികടക്കണം. അതായത് പരമാത്മാവിനെ കുറിച്ച് നമ്മളെ ഉള്ളിലുള്ള നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ആ പ്ലാനിനെ, പരമാത്മാവെന്ന ആ പ്ലാനിനെ കൂടി മറികടന്നുകൊണ്ട്
നമ്മൾ ബ്രഹ്മത്തിൽ പോയി മനസ്സിലാക്കണം. അതിൻ്റെ വേറൊരിടത്ത്, അതായത് അത്രയും വിരക്തി വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ ഭൗതിക ലോകമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ച് നമ്മുടെ ശരീരം അങ്ങനെ ആയാൽ മാത്രമേ, അപ്പം ഫലം ഇച്ഛിക്കുന്നവർക്കൊന്നും അത് പറ്റില്ല. എന്ത് പറ്റും? നാനകാണ്ഡ പ്രോക്തമായ ബ്രഹ്മതത്വം ഇതിലൂടെ മനസ്സിലാക്കാം. അങ്ങനെ ശ്രമിച്ചാൽ, മനസ്സ് അറിഞ്ഞുകൊണ്ട് ശ്രമിച്ചാൽ, ഈ ഗ്രന്ഥത്തിലൂടെ ആ ബ്രഹ്മത്തെ, ആ യഥാർത്ഥ ഈശ്വരനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ടെന്ത് പറയുന്നു? ഇതിലൂടെ അറിയാം, മറ്റേതൊരു ഗ്രന്ഥത്തിലൂടെ ഈശ്വരൻ ഉടൻ തന്നെ ഹൃദയത്തിൽ ഇതേമാതിരി അവരോധിക്കപ്പെടും. വേറെ ഏത് ഗ്രന്ഥമാണുള്ളത് മനസ്സിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള ഒരു ഈശ്വരനെ കണ്ടെത്താൻ? ബാക്കിയുള്ള ഗ്രന്ഥങ്ങളെല്ലാം ഈ ഈശ്വരനെ അല്ല പറയുന്നത്, നിർഗുണമായ ഈശ്വരനെയല്ല. നമ്മൾ ആലോചിക്കുന്ന, നമ്മൾ ഈശ്വരൻ എന്നെല്ലാം കാണുമ്പോൾ നമ്മൾ സങ്കല്പിക്കുന്ന എന്താണ്? നമ്മൾക്ക് എന്തെങ്കിലും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, എന്തെങ്കിലും കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരും. അങ്ങനെ ഒരു ഈശ്വരനല്ല യഥാർത്ഥ ഈശ്വരൻ. അതാണ് ബ്രഹ്മമാണ്. അത് നമ്മുടെ ഒരു കാര്യത്തിലും കരയിടാൻ പോകുന്നില്ല. നമ്മൾ ധരിച്ചു വെച്ചിട്ടുണ്ട്, ഈശ്വരൻ്റെ അടുത്ത് പോയാൽ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ, കുറേ ഉണ്ടാക്കിയിട്ട് ഒരു ചെറിയ തുക കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈശ്വരൻ സന്തോഷിച്ചിട്ട് പറയാം, ശരി, ഇനി നീ നാളെ പോയിട്ട് വേറെ കുറച്ചും കൂടി ഉണ്ടായിക്കോ, അതിൻ്റെ ഒരു ജീവിതം കൊണ്ട് കാണും. ഇതാണ് നമ്മുടെ ഈശ്വരൻ. അല്ലേ? നമ്മളുടെ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ പല ഈശ്വരന്മാരുണ്ട്. ജനത്തെ എല്ലാം പലതായി തിരിച്ചിട്ട് എക്സ് എന്നതിന് ഒരു ഈശ്വരൻ, വൈ എന്നൊരു ഈശ്വരൻ. അപ്പോൾ എക്സിൻ്റെ ഭാഗത്ത് നിന്നിട്ട് ഓരോന്നും പറയുന്ന നമ്മളെ ഭാഗത്താണ് ഈശ്വരൻ. ഈശ്വരൻ നമ്മളോട് നിന്നിട്ട് പറയണം, മറ്റവനെ വെട്ടടാ കൊല്ലടാ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അടിപ്പിക്കുന്ന ഈശ്വരന്മാരൊന്നും അല്ല ഈ ബ്രഹ്മം. ഈ ബ്രഹ്മത്തിന് എല്ലാം ഒരുപോലെയാണ്. അതുകൊണ്ടാണ് എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കണമെന്ന് വേദങ്ങൾ പറയുന്നത്. അപ്പം നമ്മൾ ഈ പുറത്ത് കേൾക്കുന്ന ഈശ്വരനെല്ലാം ആരെല്ലോ കെട്ടിച്ചമച്ച ഈശ്വരന്മാരാണ്. ഈശ്വരനൊന്നും പക്ഷമൊന്നുമില്ല. എൻ്റെ ഈശ്വരൻ, മറ്റേൻ്റെ ഈശ്വരൻ, അങ്ങനത്തെ ഈശ്വരനൊന്നും അല്ല ഈ ഈശ്വരൻ വേദം പറയുന്നത്. എല്ലാറ്റിനും പിന്നിലുള്ള ആ ശക്തിവിശേഷം, അങ്ങനെ ഒരു ഈശ്വരനെ നമ്മളെ മനസ്സിൽ എത്തിക്കാൻ ഈ ഗ്രന്ഥത്തിനല്ലാതെ വേറൊരു ഗ്രന്ഥത്തിന് കഴിയില്ല. പക്ഷെ ഇത് മനസ്സിലാക്കിയിട്ടില്ല. നമ്മളെ ഈശ്വരൻ എന്നെല്ലാം പറയുന്നത് നമ്മളതാണ്. വേറെ ഈശ്വരനാണ്. പരസ്പരം അടിപിടി കൂടി തർക്കിക്കലും ഇതൊന്നും അല്ല വേദം പറയുന്ന ഈശ്വരൻ. വേദം പറയുന്ന ഈശ്വരൻ ഇതാണ്. അതാകട്ടെ നമ്മുടെ ഒരു കാര്യത്തിലും തലയിടാനും പോകുന്നില്ല. നമ്മളങ്ങോട്ട് പോയിട്ട് പറഞ്ഞുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. കേട്ട ഭാഗമല്ലോ നിർഗുണമായിട്ട് അവിടെ ഇരിക്കുകയാണ്. അങ്ങനെയുള്ള ഈശ്വരനാണ് നമ്മിലും ഉള്ളത്. നമ്മളെ നയിക്കുന്നതും ആ ഈശ്വരനാണ്. പിന്നെ ബോധർ ചെയ്യുന്ന എന്തിനാണ്? നമ്മളെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മളൊരു കാർ ഓടിക്കുമ്പോൾ ഡ്രൈവറാണ് ഓടിച്ചു കൊണ്ടുപോകുന്നത്. നമുക്ക് വിഷമമൊന്നുമില്ല. നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങും കാറിൽ. അവന് ഡിക്കും മറ്റേ അങ്ങനത്തെ പേടിയൊന്നുമില്ല. അതുപോലെ നമ്മൾ ഉള്ളിൽ നിന്നുകൊണ്ട് ആ ശക്തിയാണ് നമ്മൾ ഓടിക്കുന്നത്. പിന്നെ നമ്മളെന്തിനാണ് വെറുതെ സങ്കടപ്പെടുന്നത്, അങ്ങോട്ട് പോയി ചോദിക്കുന്നത്? ദൈവത്തോട് പറയേണ്ട കാര്യം എന്താ? അത് തന്നെ ഓടിച്ചുകൊണ്ട് വേണം. എവിടെ കൊണ്ടുപോകണമെന്ന് എനിക്കറിയാം. അതിനോട് ഇടക്കിടക്ക് ഇതിങ്ങനെ ഇതിലൂടെ പോകണം, ഇതൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതിനറിയാം, കൊണ്ടുപോയിക്കൊള്ളു. നമ്മളതങ്ങ് ഇരുന്ന് കൊടുത്താൽ മതി. അങ്ങനെയുള്ള ഒരു ഈശ്വരനെ ഹൃദയത്തിൽ ഏത് ഗ്രന്ഥത്തിലൂടെ ദർശിക്കാൻ പറ്റും? ഈ ഒരൊറ്റ ഗ്രന്ഥത്തിലൂടെ ദർശിക്കാൻ പറ്റുകയുള്ളൂ. എന്തെന്ത് പറയുന്നു? ഈ ഗ്രന്ഥത്തോടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് കേൾക്കാൻ ആഗ്രഹിക്കണം. ഇതിപ്പം പറയുമ്പോഴും പലർക്കും ഇതൊന്നും ദഹിക്കില്ല. എൻ്റെ ഈശ്വരനെ കൊണ്ടായിട്ട് വഴിപാട് നടത്തിക്കഴിഞ്ഞാൽ എന്തെല്ലാം എനിക്ക് കൊണ്ടുതരാം, എൻ്റെ പ്രശ്നങ്ങളെല്ലാം തീർത്തിരുന്നാണ് ധരിപ്പിച്ച് വെച്ചിരിക്കുന്നത് ജനങ്ങളെയെല്ലാം. അപ്പം അവർക്കിതൊന്നും കേൾക്കുമ്പോൾ വേദം, അതുകൊണ്ടാണ് പറയുന്നത് ഈ ഗ്രന്ഥത്തിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ഹൃദയത്തിൽ, അങ്ങനെ വല്ലവരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഹൃദയത്തിൽ അപ്പോൾ തന്നെ ഈശ്വരൻ കുടികൊള്ളും. അവർക്ക് മനസ്സിലാകും എൻ്റെ ഉള്ളിൽ ആ ശക്തിയാണുള്ളത്, ആ ശക്തിയാണ് എന്നെ ഓടിച്ചു കൊണ്ടുപോകുന്നത്. പിന്നെ ഞാൻ ഇതിന് ബോധം ചെയ്യുന്നു, അതിനാവശ്യമുള്ളിടത്തോളം അത് ഓടിച്ചു കൊണ്ടുപോയിട്ട് ആവശ്യം കമ്മിയിൽ കളയും.
ഒരു രോഗം വന്നു കഴിഞ്ഞാലും നമ്മൾ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എനിക്ക് 100 വയസ്സ് വരെ ആയുസുണ്ട്. 100 വയസ്സ് കൊണ്ട് എന്നെ കൊണ്ട് കുറേ ജോലികൾ ചെയ്യിപ്പിക്കണ്ടെങ്കിൽ എന്നെ അതുവരെ ജീവിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? ആ ശക്തിക്കാണ്. ഇപ്പം രോഗം വന്ന് ചത്തുപോയാലോ പിന്നെ എങ്ങനെ ജോലി ചെയ്യിപ്പിക്കുക? അപ്പോൾ അതിനൊന്നും അത് സംഭവിക്കില്ല. അതെന്ത് ചെയ്യും? എനിക്ക് വേണ്ട മരുന്ന് വേറൊരാളെ കൊണ്ട് ചിന്തിപ്പിച്ചിട്ട് കണ്ടെത്തിപ്പിക്കും, വേറൊരു ഡോക്ടറെ കൊണ്ട് എന്നെ കൊണ്ട് ചികിത്സിപ്പിച്ചിട്ട് എൻ്റെ രോഗം മാറ്റിപ്പിക്കും. അപ്പോൾ ഇവിടെ നടക്കുന്ന എല്ലാ കർമ്മങ്ങളും അതാണ് കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെയുള്ള അത്രയും ധൈര്യത്തിൽ നമ്മളെ കൊണ്ടുപോകുന്ന ആ ശക്തി വിശേഷത്തെ നമ്മൾ എന്തിനാണ് പിന്നെ നമ്മളതായിട്ട് ഒന്നും ചിന്തിക്കണ്ട. ഒരു കാറിൽ ഒരു ട്രെയിന് കൊണ്ടുപോകുമ്പോൾ, ഒരു പ്ലെയിന് കൊണ്ടുപോകുമ്പോൾ നമ്മൾ സുഖമായി കിടന്നുറങ്ങുകയാണ്, അങ്ങനെ കൊണ്ടുപോയിക്കൊള്ളു. അത് പിന്നെയും മനുഷ്യരുണ്ടാക്കി പറ്റാണ്, തെറ്റ് പറ്റാണ്. ഇതിന് തെറ്റൊന്നും പറ്റില്ല. ഇത് നമ്മൾ എവിടെ കൊണ്ടെത്തിക്കണം അവിടെ കൊണ്ടെത്തിച്ചിരിക്കും. നമ്മളെ കൊണ്ട് ജയിപ്പിക്കേണ്ടിയെല്ലാം ജയിപ്പിച്ചിരിക്കും. അതുകൊണ്ട് ശരീരത്തെ രക്ഷിക്കാനല്ല അതിനറിയാം. അത്രയും ലാഘവത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റും ഈ സത്യം പറഞ്ഞ് മനസ്സിലാക്കിയാൽ. അതുകൊണ്ടാണ് എല്ലായ്പ്പോഴും കൃഷ്ണൻ പറയുന്നത്, എനിക്ക് വേണ്ടി കർമ്മം ചെയ്യുക. ഞാനാണ് നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. നിന്റെ ജോലി എൻ്റെ ജോലി ചെയ്തു തീർക്കുക. നീ അത് ചെയ്തു തീർക്കുക. അത്രയും നിനക്ക് ഉത്തരവാദിത്വമുണ്ട്. അത് ഫലം കിട്ടുമെന്ന് പോലും ചിന്തിക്കണ്ട. ഇനി 3 രസജ്ഞന്മാരും രസവിശേഷ ഭാവനയിൽ നൈപുണ്യമുള്ളവരും വേദമാകുന്ന കൽപ്പവൃക്ഷത്തിൻ്റെ കനിയായതും. അപ്പോൾ ഈ ഗ്രന്ഥത്തെ പറ്റിയുള്ള വർണ്ണനയാണ്. രസങ്ങൾ, അതായത് അത്രയും രസകരമായിട്ടാണ് ഇത് എഴുതി ഉണ്ടാക്കിയിരിക്കുന്നത്. വായിക്കുന്നവൻ്റെ അത്രയും രസം. നമ്മൾ ചില സിനിമ തിയേറ്ററിലെല്ലാം സിനിമ കാണുമ്പോൾ അതിൽ തന്നെ ലയിച്ചിരിക്കുന്നത്. ചിലത് വായിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട വായിക്കുമ്പോൾ അത് തന്നെ ലയിച്ചിരിക്കുന്നത്. അതുപോലെ ഈ ഗ്രന്ഥം അത്രയും രസമുള്ളതാണെന്നാണ് പറയുന്നത്. പിന്നെ എന്തുണ്ട്? വേദമാകുന്ന കൽപ്പവൃക്ഷത്തിൻ്റെ കനിയാണിത്. വേദം കൽപ്പവൃക്ഷം എന്ന് പറഞ്ഞാൽ എല്ലാം നൽകുന്നു, നമുക്ക് വേണ്ടതെല്ലാം നൽകുന്നതാണ് വേദം. അതിൽ നിന്നുമുണ്ടായ ഒരു കനി മാത്രമാണിത്. പറയുമ്പോൾ വാക്കുകൾ നല്ലവണ്ണം ശ്രദ്ധിച്ചാൽ, ഒരു തെങ്ങിൻ്റെ കനി എന്ന് പറയുന്നത് നാളികേരമാണ്. നമുക്ക് നാളികേരം മാത്രമാണോ ആവശ്യം? തെങ്ങിൽ നിന്ന് നാളികേരം മാത്രമല്ല, വീട് കെട്ടാൻ ഓല വേണം, കണ്ടേറ്റം കത്തിക്കാൻ പണ്ടത്തെ ഇതെല്ലാം ഉണ്ടല്ലോ, ചൂട്ടാണ്, അത് കെട്ടിക്കാൻ അത് വേണം, കത്തിക്കാൻ വിറക് വേണം, മച്ചിലെല്ലാം ഇടാൻ തടി വേണം. ഇതെല്ലാം ഇതിനകത്ത് നമുക്ക് കിട്ടിയല്ലോ. അപ്പം വേദത്തിൻ്റെ ഒരു കനി മാത്രമാണ് ഈ ഭാഗവതം. ബാക്കി വേറെയും പുറത്ത് കുറേ ഉണ്ട്. അതുകൊണ്ട് വേദം മുഴുവനല്ല ഇത്. നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന വേദം മുഴുവൻ കുക്കിയിട്ട് ഇതിനകത്തുണ്ട്. വേദം മുഴുവൻ ഇതിനകത്തില്ല. വേദത്തിൻ്റെ ഒരു കനി പ്രധാനപ്പെട്ട തന്നെയാണ്. അതാണ് ഇത്. പിന്നെയും ഓലയും മടലും എല്ലാം ഉണ്ട്, തടിയുണ്ട്. തടിയെല്ലാം വിറ്റതിന് നല്ല വില കിട്ടുന്നുണ്ട്. ഒരു തെങ്ങിൻ്റെ തടിക്കെല്ലാം നല്ല വിലയുണ്ട്. കാരണം ചെത്തിയിട്ട് മറ്റേ ഇതെല്ലാം ആക്കാം, പിന്നെ ചൂളയിൽ കത്തിക്കാൻ കൊടുക്കാം, എല്ലാം വിൽക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതിനെല്ലാം ഉപയോഗമുണ്ട്. കൽപ്പവൃക്ഷമാണ്. അതുമാതിരി വേദത്തിൽ പല കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഒരു കനിയായിട്ട് ഇനി എടുക്കാം. അപ്പം വേദമാകുന്ന കൽപ്പവൃക്ഷത്തിൻ്റെ കനിയായതും ശുഗമഹർഷിയുടെ വായിൽ നിന്ന് ഉതിർന്നു വീണതും. ശുഗമഹർഷി, അപ്പോൾ ശുഗനാരാണ്? വേദവ്യാസൻ്റെ മകൻ. അപ്പം വേദവ്യാസൻ്റെ മകനിലൂടെ, വേദവ്യാസൻ തന്നെ അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു. എന്തിനാ വേദവ്യാസൻ്റെ മകനിലൂടെ പറഞ്ഞത്? കാരണം വേദവ്യാസൻ ബ്രഹ്മജ്ഞാനം നേടിയവനല്ല. വേദവ്യാസൻ നമ്മളെപ്പോലെ സയൻസും എല്ലാ കാര്യങ്ങളും ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടവനാണ്. ബ്രഹ്മത്തെപ്പറ്റി അറിയാം, പക്ഷേ പറയുന്ന എപ്പോൾ ആര് പറയണം? സ്പെഷ്യലിസ്റ്റ് പറയണം. ഏറ്റവും ബ്രഹ്മത്തോട് അടുത്ത ആൾ പറയുന്നതല്ലേ നല്ല. വേദവ്യാസം ബ്രഹ്മജ്ഞാനമൊന്നും നേടിയിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായ ഒരു മകൻ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചിട്ട് അവനാണ് ശുഗൻ.
അദ്ദേഹം ബ്രഹ്മസാണ്, മകൻ ബ്രഹ്മജ്ഞാനം നേടിയവനാണ്. അപ്പം ഈ ബ്രഹ്മത്തെ പറ്റിയെല്ലാം പറയാനുള്ള അർഹത ആർക്കാണ്? മകൻ എന്ന ഒരു കഥാപാത്രത്തിലൂടെ പറയുകയാണ് ശുഗദേവൻ. അപ്പം ശുഗന്റെ വായിലൂട്ടിയാണ് ഇത് വന്നിരിക്കുന്നത്. വേദവ്യാസം പറഞ്ഞാൽ പറയാം, നിങ്ങൾക്ക് ബ്രഹ്മജ്ഞാനം അറിയൂ, നിങ്ങൾക്ക് ബ്രഹ്മജ്ഞാനം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയ്യോ എനിക്കൊന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുമില്ല. പറഞ്ഞത് എൻ്റെ മകൻ ബ്രഹ്മജ്ഞാനം നേടിയവനാണ്, അവനാണിത് പറയുന്നത്. അത് അവരെ പറയാൻ അർഹതയുള്ളൂ. അതുകൊണ്ട് ഇത് വന്നിരിക്കുന്നത് വേദവ്യാസനിൽ നിന്നല്ല, എൻ്റെ മകൻ ബ്രഹ്മജ്ഞാനം നേടിയതാണ്, അവരിലൂട്ടിയാണ് ഇത് വരുന്നത്. പക്ഷേ ഇതിൻ്റെ എല്ലാം ജ്ഞാനന്മാരാണ് വേദവ്യാസം തന്നെ. പക്ഷെ ഒരു കഥാപാത്രത്തെ ചിത്രീകരിച്ച് ഒരു തെറ്റും വരാൻ പാടില്ലല്ലോ. അല്ലേ ജനം ചോദിക്കുക, അങ്ങേർക്ക് ബ്രഹ്മജ്ഞാനം ഒന്നും കിട്ടിയില്ല, വെറുതെ ഊഹിച്ചടിക്കുന്നതാണെന്ന് പറയും. അങ്ങനെയൊന്നുമല്ല, ഇത് മകൻ ബ്രഹ്മജ്ഞാനം കിട്ടിയതാണ്. അപ്പം ബ്രഹ്മർഷിയുടെ അതാണ് ബ്രഹ്മർഷിയുടെ മുഖത്തു നിന്നും ഭാഗ്യവശാൽ താഴേക്ക് വന്നതുമായ പരമാനന്ദവും അമൃതരസവും ഉൾക്കൊള്ളുന്ന പരമാനന്ദവും, ആനന്ദക്കെട്ട് ഇത് കേൾക്കുമ്പോൾ. കാരണം കഥയായിട്ടാണ് എഴുതിയിരിക്കുന്നത്. മറ്റേ വേദം വായിച്ചാൽ ഇത് കിട്ടുക. പഠന ക്ലാസ്സെല്ലാം നടക്കുന്നുണ്ടല്ലോ, എത്രയൊക്കെ ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷെ ഇത് കഥയാണ്. അപ്പം അമൃതരസം ഉൾക്കൊള്ളുന്നതുമായ ഭാഗവതം എന്നു പേരുള്ള രസത്തെ ഇതൊരു രസമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പരമാത്മാവിൽ ലയം വന്നിരിക്കുന്ന അവസ്ഥയിൽ വീണ്ടും വീണ്ടും പ്രാണപാനം ചെയ്യുവിൻ. ഇത് വീണ്ടും വീണ്ടും കേൾക്കണം. എന്തിനാണ് വീണ്ടും വീണ്ടും കേൾക്കുന്നത്? ഈ പ്രപഞ്ച രഹസ്യം മുഴുവനാണ് ഈ ഗ്രന്ഥത്തിലുള്ളത്. കഥരൂപത്തിൽ മുഴുവനില്ല, ഇതൊക്കെ പറഞ്ഞല്ല, അതിൻ്റെ കനി മാത്രമാണ്, വേദത്തിൻ്റെ കനി മാത്രമാണ്. പിന്നെയും കൊമ്പം തണ്ടുമെല്ലാം വേറെ, തടിയെല്ലാം വേറെ കിടക്കുന്നുണ്ട്. അപ്പം ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പം ഇത് അർത്ഥം മനസ്സിലാക്കുമ്പോണ്ട് കേട്ടിരുന്നാലേ ഇതിൻ്റെ പിന്നിലുള്ള അർത്ഥം കിട്ടുകയുള്ളൂ. ഇപ്പോഴും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഭാഗവത പ്രഭാഷണങ്ങൾ ലോകം മുഴുവൻ നടക്കുന്നുണ്ട്. ഇനിയും ഇതിൻ്റെ അകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലായിട്ടില്ല. കേട്ടിട്ട് എന്നും മനസ്സിലാകുന്നില്ല. അപ്പം അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴേ എപ്പോഴെങ്കിലും തലയിൽ ബോധം വരികയാണെങ്കിൽ മനസ്സിലാകും എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും വീണ്ടും പാനം ചെയ്യുന്നു. കേൾക്കാൻ രസമുള്ള ആളുകൾ കേട്ടുകൊണ്ടിരിക്കും. പക്ഷെ എപ്പോഴെങ്കിലും അതിൻ്റെ പിന്നിലുള്ള രഹസ്യം മനസ്സിലാക്കട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കേട്ടുകൊണ്ടിരിക്കണം. അപ്പം എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിക്കും, എന്താണ് ഈ പറയുന്നത്. അപ്പം കുറച്ചായിട്ട് മനസ്സിലാക്കും. നമ്മളൊന്ന് ആലോചിക്കണം, ഈ ഭാഗവതത്തിനുള്ളിൽ ഒന്നും അതേ അർത്ഥത്തിൽ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല, എന്നും മനസ്സിലാക്കിയിട്ടില്ല. ഇത്രയും കാലം കേട്ടിരുന്നിട്ടും മനസ്സിലായിട്ടില്ല. ഇനി 4, നൈമിശാരണം എന്ന വിഷ്ണു ക്ഷേത്രത്തിൽ, നൈമിശാരണം എന്ന് പറയുന്നത് കാലചക്രം വീണുടഞ്ഞ സ്ഥലമാണ്. 4 കാലചക്രം, കാലമാകുന്ന ചക്രം. കാലചക്രം ഇങ്ങനെ വട്ടത്തിൽ കറങ്ങിക്കൊണ്ട്, എങ്ങനെ ഹൃദയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, പിന്നെ പ്രളയം ഉണ്ടായിട്ട് നശിക്കും. ഇങ്ങനെ മന്വന്തരങ്ങളെല്ലാം കഴിയുമ്പോഴാണ് പിന്നെ ഇതെല്ലാം കൂടി മതിയാക്കിയിട്ട് ബ്രഹ്മത്തിൽ പോയി ലയിക്കുന്നത്. അപ്പോഴാണ് കാലചക്രം അവസാനിക്കുന്നത്. അതിൻ്റെ ശേഷം ബ്രഹ്മാവ് കുറച്ചു കാലം ഉറങ്ങും. പിന്നെയാണ് ബ്രഹ്മാവ് എഴുന്നേൽക്കുന്നത്. പിന്നെ ആദ്യേ ഈ ചക്രം തുടങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പം ഉറങ്ങുന്നത് 1000 വർഷവും ഉണർന്നിരിക്കുന്നത് 1000 വർഷവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസവും 1000 വർഷമാണ്. ബ്രഹ്മാവിൻ്റെ 1000 വർഷവും അതാണ് അങ്ങേരെ ഒരു ദിവസമായിട്ട് എടുത്തിരിക്കുന്നത്. നമ്മുടെ 1000 എന്നുള്ള നിലയിൽ അത് എടുക്കരുത്. ഇങ്ങനെ കുറേ സൈക്കിളുണ്ട്. ആ സൈക്കിളെല്ലാം കഴിഞ്ഞിട്ട് അവസാനം പോയി അതിൽ വീഴും. അത് കഴിഞ്ഞിട്ട് 1000 വർഷം നടക്കുന്ന യാഗങ്ങളാണ് നടക്കുക. പിന്നെ 1000 വർഷം അങ്ങേരുടെ 1000, നമ്മളെയല്ല.
അതിനെപ്പറ്റിയെല്ലാം പിന്നീട് പറയാം. അപ്പം അപ്പോൾ അതിലേക്ക് വരാം. അപ്പം അവിടെ വന്ന് വീണ് തലയക്കം വീണ് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ തുടക്കം. ഇനി പുതിയൊരു സൃഷ്ടി തുടങ്ങാൻ പോവുകയാണ് വിഷ്ണു ക്ഷേത്രത്തിൽ. അപ്പം വിഷ്ണുവാണ് ഇതിൻ്റെ എല്ലാം പരിപാലനാരാണ്? വിഷ്ണുവാണ്. ബ്രഹ്മാവ് സൃഷ്ടിക്കും വിഷ്ണുവാണ് നോക്കി നടക്കേണ്ടത്. ഈ വിഷ്ണു ലോകം, വിഷ്ണുവിൻ്റെ ഈ ക്ഷേത്രത്തിൽ ശൗനകാദികളായ മുനിമാർ, ശൗനകാദികൾ എന്ന് പറയുന്നത് ബ്രഹ്മാവിൻ്റെ മാനസപുത്രരാണ്. മനസ്സിലൂടെയാണ് അപ്പോൾ അത് അവിടെ നടക്കുന്നത്. എല്ലാം നശിച്ചല്ല, ഇനി ബ്രഹ്മാവ് സൃഷ്ടി അടക്കണം. അപ്പം മനസ്സിലാണ് ആദ്യം ഐഡിയകൾ ഇങ്ങനെ വരുന്നത്. എങ്ങനെയല്ല ഇതിനെ സൃഷ്ടി അടക്കണം, അത് പ്ലാൻ ചെയ്യല്ല മനസ്സിൽ. മനസ്സിൽ നിന്നാണ് ആദ്യം വരുന്നതാണ് മാനസപുത്രന്മാർ, ശനകാദികൾ. അപ്പം അവരെല്ലാം കൂടി ഇരുന്നിട്ടാണ് ചിന്തിച്ചിട്ട് പ്ലാൻ ചെയ്യുന്നത്. ഇനി എങ്ങനെ ലോകം ആദ്യമേ ഉണ്ടാക്കണമല്ലോ, എല്ലാം കഴിഞ്ഞ് പൊളിച്ചു കെട്ടി. ഇനി അവിടെ ഇരുന്നിട്ട് ആ കാലചക്രം വീണെടുത്തുനിന്ന് ഇരുന്നു കൊണ്ട് വിഷ്ണു ലോകം സൃഷ്ടിക്കേണ്ട കാര്യം അവരവിടെ ഇരുന്നിട്ട് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത്? ബ്രഹ്മാവിൻ്റെ മക്കൾ ശൗനാകാദികളായ മുനിമാർ വിഷ്ണു ലോകത്തെ ഉദ്ദേശിച്ച്, അതായത് ഇനി ഒരു വിഷ്ണു ലോകം, വിഷ്ണുവിന് വേണ്ടി ഒരു ലോകം ആദ്യം സൃഷ്ടിക്കണം. 1000 ആണ്ടുകൊണ്ട് അവസാനിക്കേണ്ട യാഗം അത് എത്ര കൊല്ലം കൊണ്ടാണ് വർഷിക്കുന്നത്? 1000 ആണ്ടുകൊണ്ടാണ് ആ വിഷ്ണു ലോകം സൃഷ്ടിച്ചെടുക്കുന്നത്. പിന്നെ സൃഷ്ടി നടത്തിയിട്ട് ആദ്യം പ്രപഞ്ചം എല്ലാം സൃഷ്ടിക്കണം, പിന്നെ മനുഷ്യരെ സൃഷ്ടിക്കണം. മനുഷ്യരിൽ തൊട്ട് പുരോഗതി ഉണ്ടാക്കി 4 യുഗങ്ങളിലൂടെ അവസാന പ്രളയം വന്നു, പിന്നെയും ഒതുങ്ങി, പിന്നെയും ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അങ്ങനെ 1000 ആണ്ടോടെ ബ്രഹ്മാവിൻ്റെ 1000 വർഷം ഈ സൈക്കിൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെ അവസാനിക്കേണ്ട അതേ യാഗമാണ് ഇനി നടക്കാൻ പോകുന്നത്. അപ്പം അതിനുള്ള തുടക്കമെല്ലാം അവിടെ ഇരുന്നിട്ട് ആശാന്മാർ സനകാദികളെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് 5 ഒരു നാൾ. അപ്പം പ്രഭാതത്തിൽ, അപ്പം അതെല്ലാം പ്ലാൻ ചെയ്തതിൻ്റെ ശേഷം പ്രഭാതം എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മദേവൻ്റെ ഒരു ദിവസം ആരംഭിക്കുകയാണ്. 1000 വർഷം നീണ്ട് ബ്രഹ്മമുള്ള ആ ഒരു പീരീഡ് പ്രഭാതം തുടങ്ങുകയാണ്. പ്രഭാതത്തിലാണല്ലോ തുടങ്ങുക, ഒരു ദിവസം തുടങ്ങുന്നത്. ഈ 1000 വർഷത്തോളം നിൽക്കുന്ന ഒരു ദിവസമാണ് അദ്ദേഹത്തിൻ്റെ. അത് തുടങ്ങാൻ പോകുമ്പോൾ പ്രഭാതത്തിൽ ഇവ സൃഷ്ടിയൊന്നും ആയിട്ടില്ല. അഗ്നിഹോത്രം എല്ലാം കഴിഞ്ഞിട്ട് അഗ്നിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? കർമ്മങ്ങൾ. അപ്പോൾ എന്ത് ചെയ്യണ്ടെങ്കിലും ആദ്യം അഗ്നി. അതുകൊണ്ടാണ് നമ്മൾ ഏത് കർമ്മം ചെയ്യുമ്പോൾ അഗ്നിസാക്ഷിയായി വിളക്ക്, അതിലൂടെ നൽകുന്ന സന്ദേശം എന്ത് കർമ്മമുണ്ടെങ്കിലും ഊർജമുണ്ടെങ്കിലേ നടക്കുകയുള്ളൂ. അപ്പം സനകാദികൾക്ക് ഇങ്ങനെ തലയിൽ ചിന്തിക്കണ്ടെങ്കിൽ തലയിലോട്ട് അവിടെ ഒരു ഊർജമാണ്. ചിന്തിക്കുക എന്നത് പറയുന്നതിന് ഊർജം വേണ്ടേ? അവിടെ തലയൊന്നുമില്ലേ? ഇതെല്ലാം തലയിലൊന്നും മനുഷ്യനാണ്, അതിന് തലയൊന്നുമില്ല. അവിടെയും ഒരു ഊർജമുണ്ടെങ്കിലേ എന്ത് പറ്റുള്ളൂ? ആ സങ്കല്പം ഉണ്ടാവുള്ളൂ. നമുക്ക് സങ്കല്പം ഉണ്ടാക്കിയിട്ട് ഊർജം ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. ഭക്ഷണം എല്ലാം കഴിക്കാൻ കിടക്കുമ്പോൾ എന്ത് സങ്കല്പം? ആകെ ഭക്ഷണം കിടക്കുമ്പോൾ പിന്നെ സങ്കല്പത്തിൽ ഒരു യുക്തിയില്ല. സങ്കല്പിക്കണ്ടെങ്കിലും ഊർജം വേണം. ഊർജമില്ലാതെ ഒരു പരിപാടിയും നടക്കില്ല. അതുകൊണ്ടാണ് ദീപത്തം നിർത്തി ചെയ്യുന്നത്. ആ ഒരു സന്ദേശമാണ്, ഊർജത്തിൻ്റെ പ്രാധാന്യമാണ്. അപ്പോൾ അഗ്നിഹോത്രം കഴിഞ്ഞിട്ട് സനകാദികളെല്ലാം ആദ്യം അഗ്നിഹോത്രം ഒന്ന് ആക്റ്റീവായി ഊർജത്തിൻ്റെ സഹായത്താൽ ഊർജത്തിനെ എല്ലാം തയ്യാറാക്കി നിർത്തിയിട്ടാണ് സൃഷ്ടി നടത്താൻ പോകുന്നത്. അഗ്നിഹോത്രം എല്ലാം കഴിഞ്ഞ മുനിമാർ സൽകൃതരായി സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് സൂതനോട് ബഹുമാനത്തോടെ ഇപ്രകാരം ചോദിച്ചു. അപ്പോൾ അവിടെ എല്ലാം സൂതനുണ്ട്. ആരാണ് ഈ സൂതൻ? സൂതൻ എന്ന് പറയുന്നത് വേദവ്യാസൻ്റെ ശിഷ്യന്മാർ കുറേ പേരുണ്ട്. വേദവ്യാസം വേദങ്ങളെല്ലാം 4ആയിട്ട് വിഭജിച്ചിട്ട്, ഏതെല്ലാണ്? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. 4 വേദങ്ങൾ വ്യസിച്ചതിൻ്റെ ശേഷം 4 ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. പുരാണ കഥകളെല്ലാം ഏൽപ്പിച്ചത് സൂതനെയാണ്. സൂതനെ തന്നെ 2 തരത്തിലെല്ലാം പറയുന്നുണ്ട്. സൂതൻ എന്ന് പറയുമ്പം വേദവ്യാസൻ്റെ ശിഷ്യനാണ്. അത് തന്നെ 2 ശിഷ്യന്മാരെ പറ്റി പറയുന്നുണ്ട്. അച്ഛൻ ശിഷ്യനും മകൻ ശിഷ്യനും പേര് കൊടുത്തത് സൂതൻ. അച്ഛൻ സൂതനും മകൻ സൂതനും.
രണ്ടുപേരും ശിഷ്യന്മാരാണ്. അച്ഛൻ സൂതനാണ് ഒരു പ്രത്യേകതയുണ്ട്. ഈ വേദവ്യാസം കഥ കേൾക്കുമ്പോൾ നല്ല രസമുള്ളിയാണല്ലോ. അദ്ദേഹത്തിൻ്റെ രോമനിൽ ഇങ്ങനെ എണീച്ചു നിൽക്കും. അതുകൊണ്ട് അദ്ദേഹത്തിന് വേറൊരു പേരുണ്ട്, രോമഹർഷണൻ. അപ്പം മകൻ സൂതനും, ഇത് മകൻ സൂതനാണ്. അപ്പം മകൻ സൂതനാണ് ആർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം ഇവർക്കാണ് പുരാണ കഥകളെല്ലാം കൈമാറിയിരിക്കുന്നത്. അപ്പം ചിലപ്പോൾ 18 പുരാണങ്ങൾ, 18 പുരാണങ്ങൾ ആദ്യം 17ആണല്ലോ എഴുതിയത്, പിന്നെയല്ലേ 18ാമത്തെ ഈ ഭാഗവതം എഴുതിയത്. അപ്പം 18 ചിലപ്പോൾ രോമഹർഷണൻ തന്നെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഇത് ചിലപ്പോൾ ഈ മകനാണോ കൊടുത്തതെന്ന് അറിയില്ല. ചിലപ്പോൾ അങ്ങനെയായിരിക്കാം. ഈ രണ്ടാമത്തെ അവൻ്റെ മകൻ അതായിരിക്കാം സൂതൻ. അതെന്തോ ആട്ടെ, 2 സൂതന്മാർ തന്നെയാണ്. അപ്പം അതിലേക്കൊന്ന് വെറുതെ കൊണ്ട് നിർത്തി വെച്ച് പോകണ്ട. പക്ഷെ ഇങ്ങനെയെല്ലാം ഉണ്ട്, കഥയുടെ ഒരു പോക്ക് ഇങ്ങനെയെല്ലാം. അപ്പം സൂതനോട് ചോദിക്കുന്നു, ആവില് പാപരഹിതനും അങ്ങേക്ക് പാപമൊന്നുമില്ല. കാരണം ഇതെല്ലാം അറിയുന്ന വ്യക്തിയല്ല, അറിഞ്ഞു കഴിഞ്ഞാൽ പാപമില്ലല്ലോ. എല്ലാം അതല്ലേ ജയിപ്പിക്കുന്നു, ബ്രഹ്മ ജയിപ്പിക്കുന്നു. പിന്നെ നമുക്കെന്താ? എല്ലാ ഇതിഹാസ പുരാണങ്ങളും പഠിച്ചവനുമായ അങ്ങേ അവയെ വ്യാഖ്യാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങ് വെറുതെ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ട് കിടക്കുകയല്ല ഇത്. നമ്മളെല്ലാം ചെയ്യുന്നത് ഉരുവിട്ട് നടക്കും. അതിന് വലിയ അർത്ഥമൊന്നുമില്ല. അർത്ഥമുണ്ട്, അതിന് അർത്ഥമൊന്നുമില്ല. ഇങ്ങനെ ഉരുവിടുമ്പോൾ എന്താകും? നമുക്ക് വൈബ്രേഷൻ ഉണ്ടാവും. അപ്പം നമുക്ക് കുറച്ച് എനർജി കിട്ടും. പക്ഷെ ഇദ്ദേഹം അതല്ല. ഇദ്ദേഹം അതിനെ വ്യാഖ്യാനിക്കാനും കഴിവുള്ളവനാണ്. ആര്? ഈ സൂതൻ. അപ്പം സൂതൻ വ്യാഖ്യാനിക്കുന്നതിലും നല്ല കഴിവുള്ള കക്ഷിയാണ്. അപ്പോൾ അങ്ങേക്ക് പഠിക്കുക മാത്രമല്ല ഇട്ടുണ്ട്, അതിനെ വ്യാഖ്യാനിച്ചു തരാനുള്ള കഴിവും അങ്ങേക്കുണ്ട്. അതുകൊണ്ട് 7 മുതൽ 8 വരെ എന്ത് പറയുന്നു? അല്ലയോ സൂത, ജ്ഞാനികളിൽ വെച്ച് ഏറ്റവും ഉന്നതനായ വേദവ്യാസ മഹർഷി അറിഞ്ഞ കാര്യങ്ങൾ. അപ്പം വേദവ്യാസ മഹർഷി അറിയുകയാണ് ചെയ്തത്. അപ്പോൾ ഉണ്ടാക്കിയതാരാണ്? നാരായണനിൽ നിന്നാണ് അത് വന്നത്. അതും ബ്രഹ്മത്തിൻ്റെ, വിഷ്ണുവിൻ്റെ അവതാരമായി തന്നെയാണ് വരുന്നത്. ആ കാര്യങ്ങൾ മനസ്സിലാക്കിയ വേദവ്യാസൻ, അല്ലയോ സൂത, ജ്ഞാനികളിൽ വെച്ച് ഏറ്റവും ജ്ഞാനിയായ വേദമഹർഷിയിൽ നിന്നും അറിഞ്ഞ കാര്യങ്ങൾ അവരുടെ കാരുണ്യം കൊണ്ട് അങ്ങും അറിയുന്നു. അപ്പം അങ്ങേരെ അറിഞ്ഞത് മുഴുവൻ അങ്ങേക്കും കിട്ടിയിട്ടുണ്ട്. ഈ സൂതനും കിട്ടിയിട്ടുണ്ടല്ലോ. ശാന്തശീലനായ അങ്ങേക്ക് ഗുരുനാഥൻ എല്ലാ രഹസ്യവും ചൊല്ലിത്തന്നിരിക്കും. അങ്ങ് ശാന്തശീലനുമാണ്. ആ ഗുരുവിൻ്റെ അടുത്ത് വളരെ ശാന്തമായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? എല്ലാ രഹസ്യങ്ങൾക്കും അങ്ങേക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും. 9 അല്ലയോ ദീർഘായുസായ സൂത, അത്തരം ഗ്രന്ഥങ്ങളിൽ അറിവില്ലാത്ത മനുഷ്യർക്ക് ശ്രേയസ് നൽകുന്നതെന്ന് അങ്ങേക്ക് തോന്നുന്ന കാര്യങ്ങൾ വളച്ചു കെട്ടില്ലാതെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാൽ. അപ്പോൾ എന്താണ് പറഞ്ഞു തരേണ്ടത്? അതിലുള്ള എല്ലാം ഒന്നും പറഞ്ഞു തരണ്ട. ഭാഗവതത്തിലുള്ള മുഴുവനൊന്നും പറഞ്ഞു തരണ്ട. ഭാഗവതം തന്നെ വേദത്തിൻ്റെ കനിയാണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. വേദത്തിന് വലിയ കമ്പും തടിയും എല്ലാം ഉണ്ട്. ഇതിൻ്റെ കനി മാത്രമാണ് ഭാഗവതം. അതിനൊപ്പം പുറത്ത് തന്നെയുണ്ട് ഈ ഭാഗവതത്തിൽ. അപ്പം വേദത്തിലുള്ള തന്നെ ഭാഗവതത്തിലെല്ലാം പറഞ്ഞു തരുന്നുണ്ടല്ലോ. അപ്പോൾ ആ നിലയിൽ എടുക്കണം. കനിയാണ് ഭാഗവതം. ഭാഗവതത്തിലെ ഫുള്ളൊന്നുമില്ല. അപ്പോൾ എന്ത് പറയുകയാണ്? അപ്പം ഇങ്ങനത്തെ വേദങ്ങളെല്ലാം പഠിച്ചെന്നാണ് പറയുന്നത്. ഭാഗവതം മാത്രമല്ല, എല്ലാ പുരാണ ഇതിഹാസങ്ങളും പഠിച്ച വ്യക്തിയാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് എടുത്തു പറയാൻ പറഞ്ഞത്. ഏത് പറയുന്നത്? അറിവില്ലാത്ത മനുഷ്യർക്ക്, നമ്മളെല്ലാം അറിവില്ലാത്ത മനുഷ്യരാണ്. നമുക്കതൊന്നും പറഞ്ഞു തന്നാൽ തലയിൽ കയറാൻ പറ്റില്ല. കാരണം വേദങ്ങളിലുള്ള കെമിസ്ട്രിയും ഫിസിക്സും വേദത്തിലില്ലാത്തതായിട്ടൊന്നുമില്ല. വേദത്തിലുള്ളത് എവിടെയും കാണാം, വേദത്തിലില്ലാതായിട്ട് ഇല്ലാത്തത് ഒരിക്കലും കാണില്ല. കാരണം വേദത്തെ കൊണ്ടാണ് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചതിനുള്ള പിന്നിലുള്ള ജ്ഞാനമാണ് വേദം. അതുപയോഗിച്ചിട്ടാണ് ബ്രഹ്മാവ് പ്രപഞ്ചം സൃഷ്ടിച്ചത്. അത് നോക്കിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്.
അപ്പോൾ അത് ആറ്റത്തെ പറ്റി അറിയാം, തന്മാത്രകളെ പറ്റി നമ്മളെ ജനിതക കോഡൊക്കെ അറിയാം, എല്ലാ ചുറ്റും അറിയാം, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, ഹിസ്റ്ററി, ചരിത്രം എല്ലാം അറിയാം, എല്ലാം വേദത്തിലുണ്ട്. അപ്പോൾ അതിൻ്റെ കനിയാണ് ഭാഗവതം. അദ്വയോ ദീർഘായുസായ സുധ, അത്തരം ഗ്രന്ഥങ്ങളിൽ അറിവില്ലാത്ത മനുഷ്യർക്ക് നമുക്കിതൊന്നും പഠിക്കാനൊന്നും കഴിവില്ല. അപ്പം നമ്മൾ അറിവില്ലാത്തവരാണ്. സാധാരണ കഥകൾ ആരോടാണ് പറഞ്ഞു കൊടുക്കുക? കുട്ടികളോട്. കുട്ടികൾക്ക് കെമിസ്ട്രി, ഫിസിക്സ് വല്ലതും പറഞ്ഞു കൊടുക്കുക, അല്ല കഥ രൂപത്തിൽ പറഞ്ഞു കൊടുക്കുക. അതുമാതിരി വേദവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളെല്ലാം അറിവില്ലാത്ത മനുഷ്യർക്ക് ശ്രേയസ്സിന് ഉതങ്ങുന്നത് ഏതെന്ന് അങ്ങേക്ക് തോന്നുന്ന കാര്യങ്ങൾ വളച്ചു കെട്ടില്ലാതെ ഞങ്ങൾ പറഞ്ഞാൽ അതിൽ അങ്ങേക്കറിയുന്ന ജ്ഞാനത്തിൽ നമുക്ക് ശ്രേയസ് നൽകുന്ന അതായത് അറിവില്ലാത്ത മനുഷ്യർക്ക് ഇത് സാധാരണക്കാരന് വേണ്ടി എഴുതിയതാണ് ഭാഗവതം. അല്ലാതെ കെമിസ്ട്രി, ഫിസിക്സ് ഒന്നും പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ഗ്രന്ഥമൊന്നുമല്ല. അതെല്ലാം വേദത്തിൽ പോയി പഠിക്കണം. അല്ലാതെ നമ്മൾ തെറ്റി വെച്ചിരിക്കുന്ന വേദം പീഞ്ഞെടുത്തതാണ് ഭാഗവതം. ഭാഗവതം പീഞ്ഞെടുത്തതാണ് ഭഗവത്ഗീത എന്നാണ്. ഭഗവത്ഗീതയിൽ ഉപനിഷത്തിലെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം മനുഷ്യന് ശ്രേയസ്സിന് ഉതകുന്ന കാര്യങ്ങൾ ഏതെന്ന് അങ്ങേക്ക് തോന്നുന്നത് മാത്രം ഒന്ന് വളച്ചു കെട്ടില്ലാതെ നേർക്ക് പറഞ്ഞു തരണമെന്ന് പറയുകയാണ്. ഇതിൻ്റെ 10 എന്ത് പറയുന്നു? ഈ സഭയെ അലങ്കരിക്കുന്ന സൂത, ഈ ആളുകൾ, ഈ കാലത്ത് ആളുകൾ ആയുസ് കുറഞ്ഞവരാണ്. അതായത് ഇത് ഏത് ഘട്ടത്തിലേക്കാണ് പറയുന്നത്? കലിയുഗത്തിനും ദ്വാപരയുഗം, കലിയുഗ കാലഘട്ടത്തിലേക്കാണ് ഇത് ഭാഗവതം എഴുതിയിരിക്കുന്നത്. കാരണം അതിന് മുമ്പിലുള്ള ആൾക്കാർക്ക് ഇതും പറഞ്ഞാലും മനസ്സിലാവില്ല. അതുകൊണ്ട് ഈ കാലഘട്ടത്തിനാണ്. അപ്പോൾ ഈ കാലഘട്ടത്തുമ്പോൾ മനുഷ്യരുടെ ആയുസ് കുറഞ്ഞിട്ടുണ്ട്. ആയുസ് എന്ന് പറയുന്നത് പണ്ട് കാലത്ത് 1000 വർഷമായിരുന്നു, പിന്നെ അത് 500 പിന്നെ 250 പിന്നെ ഇപ്പോഴാണ് 120 മാറിയിരിക്കുന്നതാണ് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആയുസ് കുറഞ്ഞു വരികയാണ്. ഇനിയോ മടിയന്മാരുമാണ്. നമ്മൾ മടിയന്മാരാണ്. പണ്ട് കാലത്തുള്ളവരെല്ലാം അധ്വാനിച്ചിട്ടാണ് ഒരു മലയെല്ലാം കയറണമെങ്കിൽ പാടുപെട്ട് മല കയറണം. ഇന്ന് അതിനുള്ള ആരോഗ്യ ശക്തിയല്ല അന്നുള്ളവർക്കുണ്ട്. ഇന്നുള്ളവരോ കാർക്ക് വല്ലതും കയറിയിട്ട് പോകാനേ പറ്റുള്ളൂ. അല്ലാതെ നടന്നു കയറാന്ന് പറഞ്ഞാൽ അതോടുകൂടി കിടക്കാൻ തുടങ്ങും. അപ്പം ആരോഗ്യമില്ല. പണ്ടുള്ളവർ ആരോഗ്യമൊന്നും ഇന്നില്ല, കുറഞ്ഞു വരികയാണ്. മടിയന്മാരുമാണ്. പണ്ട് അധ്വാനിച്ചിട്ട് കളച്ചിട്ട് വയലിൽ കൃഷി ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് സ്വിച്ചിട്ട് കഴിഞ്ഞാൽ മെഷീൻ പോയി ഇതെല്ലാം മണ്ണ് മാന്തിയിട്ട് വിത്തിട്ട് പോകും. ഇവിടെ ഇരുന്നിട്ട് മേശം വരെ ഇരുന്നിട്ടുള്ള പരിപാടിയാണ്. ബുദ്ധിശക്തി കുറഞ്ഞവരാണ്. ബുദ്ധിശക്തിയും കുറവാണ്. പണ്ടുള്ള ഒരു ഇംഗ്ലീഷ് ഡോക്ടർ അല്ലെ ആയുർവേദ ഡോക്ടർ ആയാലും ഏത് രോഗത്തെയും ചികിത്സിക്കും. ഇന്നുള്ള ഒരു ഡോക്ടർ, ഒരു സ്പെഷ്യലിസ്റ്റ്, ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് അടുത്ത് പോയിട്ട് എനിക്ക് പനിയാണെന്നുണ്ടെങ്കിൽ അതൊന്നും എനിക്ക് ചികിത്സിക്കാൻ പറ്റില്ല, ഞാൻ ഈ ഹാർട്ട് മാത്രമേ ചികിത്സിക്കും. അതിന് വേറെ പനീൻ്റെ ഡോക്ടർക്ക്, സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോകണം. ഇതാണ് ഇന്നത്തെ അവസ്ഥ. പണ്ടുവരെ എഞ്ചിനീയറിംഗ് എന്നെല്ലാം പറഞ്ഞാൽ എല്ലാ വിഷയവും പഠിപ്പിക്കും. ഇപ്പം അങ്ങനെയൊന്നുമല്ല. കുറച്ചെല്ലാം പഠിപ്പിച്ചിട്ട് എഞ്ചിനീയറാണ്. ലിഫ്റ്റ് എഞ്ചിനീയർ. എന്താണ് ജോലി? ലിഫ്റ്റ് എഞ്ചിനീയർ. വേറെ ആളോട് എനിക്കെന്താ ജോലി? അത് ബുൾഡോസറിൻ്റെ എഞ്ചിനീയർ. എനിക്ക് തൂമ്പ് എഞ്ചിനീയർ. തൂമ്പൻ മണ്ണ് മാന്തുന്ന അതിൻ്റെ എഞ്ചിനീയറാണ്. ഇങ്ങനെ എല്ലാം കുറച്ച് സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറൊന്നും ഒരു ചുക്കും അറിയില്ല. ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ പഠിച്ചിട്ട് ഒരു മൂലക്കുള്ള ഒരു ചെറിയ കാര്യം, ഇത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഇങ്ങനെ ഏതെങ്കിലും ഒരു ചെറിയ വിഷയം പഠിച്ചു ഈ മര്യാദയ്ക്ക് കൂട്ടാൻ പോലും അറിയില്ല. കാൽക്കുലേറ്റർ വന്നുകൊണ്ട് ഇപ്പോൾ 1/2 കൂട്ടണം 3/7 എത്ര ആൾ കൂട്ടും? 1/2 കൂട്ടണം 3/7 എത്രയാൾ കൂട്ടും? എല്ലാം ഡിപ്ലോമയെല്ലാം പഠിച്ചവരായിരിക്കും. കൂട്ടാനൊന്നും ബുദ്ധി അല്ല. ഇവിടെ വന്നുകൊണ്ട് പറയുന്നതാണ് ബുദ്ധിശക്തി കുറഞ്ഞവരാണ്. നമ്മൾ കാലം കഴിയുന്നതും ഓരോ ചെറിയ ഫീൽഡും ചെയ്ത് അതിലും നോക്കി അങ്ങ് നടക്കുകയാണ്. ഇപ്പം കുറച്ചു കാലം കഴിയുമ്പോൾ ഇനി ചായ സ്പെഷ്യലിസ്റ്റ്, കോഫി സ്പെഷ്യലിസ്റ്റ് എന്നെല്ലാം പറഞ്ഞ് ഹോട്ടലിൽ കാണും. ചായ സ്പെഷ്യലിസ്റ്റ് ചായ ഉണ്ടാക്കും, കോഫി ഉണ്ടായാൽ അതെനിക്കറിയില്ല. പിന്നെ കോഫി സ്പെഷ്യലിസ്റ്റ് ഇങ്ങനെയെല്ലാം
കാലം കുറേ കൈതോറും വരാറുള്ളൂ. ഭാഗ്യം കുറഞ്ഞവരാണ്, ഭാഗ്യം കുറവാണ്. ഭാഗ്യം തൊട്ട പുറത്ത് നിന്ന് ഇന്നത്തെ ജോലി എന്ന് പറഞ്ഞാൽ ഒരു വൃത്തിയും ചെയ്യാത്തതാണ്. വൈകുന്നേരം വീട്ടിൽ നിന്ന് വരുമ്പോൾ ഫാക്ടറിയിൽ വെച്ചിട്ടുള്ള, സ്ഥാപനത്തിൽ വെച്ചിട്ടുള്ള പാരവെപ്പും കുതികാൽ വെട്ടും എല്ലാം കൂട്ടി ആകെ ഒരു അസ്വസ്ഥമായിട്ടാണ് വൈകുന്നേരം വീട്ടിൽ വരിക. പണ്ടങ്ങനെയൊന്നും ആയിരുന്നില്ല, അവനവൻ്റെ ജോലി ചെയ്തിട്ട് മര്യാദയ്ക്ക് വരാം. ഇന്നൊന്നും അതൊന്നുമല്ല അവസ്ഥ. രോഗാദികളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്ത രോഗമില്ല. എന്തെല്ലാം പേരിട്ടിട്ടാണ് ആലംബിക്കും. എന്നിട്ട് 11 പറയുന്നത് അനേകം അനുഷ്ഠാനങ്ങൾ ഉൾക്കൊള്ളുന്നതും. അനേക അനുഷ്ഠാനങ്ങൾ എന്ന് പറഞ്ഞാൽ പല വിഷയങ്ങളും വേദത്തിലുണ്ട്. അനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ അനുഷ്ഠിക്കുന്നത്, അതായത് ടെക്നോളജി, അഥർവവേദം, പല ടെക്നോളജി ഉൾക്കൊള്ളുന്നതും വെവ്വേറെയായി കേൾക്കേണ്ടതുമായ അനേക ശാസ്ത്രങ്ങൾ. വെവ്വേറെ കേൾക്കേണ്ട അനേക ശാസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്, മെറ്റീരിയൽ സയൻസ് ഉണ്ട്, ഓരോ പ്രൊഡക്റ്റുണ്ട്, ചരിത്രമുണ്ട്, ലാംഗ്വേജ് ഉണ്ട്, എല്ലാം അടങ്ങിയ ശാസ്ത്രങ്ങളുണ്ട്. ഇവയിൽ വെച്ച് ഇതൊന്നും കേൾക്കാൻ നമുക്ക് പറഞ്ഞു തരണ്ട. സാരമായതെന്ന് ഏതെന്നാണോ, യാതൊന്നുകൊണ്ട് അന്ധകരണം നല്ലവണ്ണം ശുദ്ധമാകുന്നു, നല്ലതുപോലെ തെളിയുമോ, അത് ബുദ്ധിശക്തി കൊണ്ട് കണ്ടെടുത്ത് ശ്രദ്ധാലുവായ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാൽ. അപ്പം വേദത്തിൽ ഇങ്ങനെ ഒരുപാടുണ്ട്. അതിൻ്റെ പ്രാക്ടിക്കൽ വശമുണ്ട്, എൻജിനീയറിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതൊന്നും ഇങ്ങോട്ട് തരണ്ട. നമുക്ക് പറ്റിയ നമ്മൾ അന്ധകരണം ശുദ്ധമാകാൻ പറ്റുന്ന തരത്തിലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമുക്കിങ്ങ് തന്നാൽ മതി. അപ്പോൾ ഇവിടെ തന്നെ മനസ്സിലാക്കിക്കോണം, നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. വേദങ്ങളെല്ലാം പിഴിഞ്ഞെടുത്ത രസമാണ് ഭാഗവതം. ഭാഗവതം പിഴിഞ്ഞിട്ടെടുത്ത രസമാണ് ഏത് ഭഗവത്ഗീത. ഇങ്ങനെയെല്ലാം തെറ്റി വെച്ചത്. ഇതൊന്നും പിഴിഞ്ഞ രസമൊന്നുമല്ല. നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന, ഹൃദയശുദ്ധി ഉണ്ടാക്കാൻ പറ്റുന്ന, നമുക്ക് അതായത് നമ്മളെ ഹൃദയത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ചില കാര്യങ്ങളൊന്ന് എടുത്ത് പറഞ്ഞു തന്നാൽ മതി. മറ്റേ കാലം തന്നെ വെച്ചാണ് ഇത് വീണ്ടുന്നവരെടുത്ത് പഠിച്ചു വേദത്തൊന്നുമില്ല പറഞ്ഞു തരിക. ഇതിൻ്റെ 12 മുതൽ 13 വരെ പിന്നെന്താണ് കേൾക്കേണ്ടതെന്ന് വെച്ചാൽ, ഭക്തരുടെ പരിപാലകനായ മഹാവിഷ്ണു യാതൊരു കാര്യത്തിനായി വസുദേവരുടെ പത്നിയായ ദേവകിയിൽ ജനിച്ചുവോ അതിനെപ്പറ്റി കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ആ മഹാന്റെ അവതാരം സമസ്ത ജൈവജാലങ്ങളുടെയും നിലനിൽപ്പിനും വളർച്ചയ്ക്കും ഉതകിയതാണ്. അപ്പം കൃഷ്ണൻ്റെ കഥയും കേൾക്കണമെന്ന് പറയുകയാണ്. കാരണം കൃഷ്ണൻ എന്തിനു വേണ്ടിയാണ് ജനിച്ചത്? സമസ്ത ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് വേണ്ടിയും വളർച്ചയ്ക്ക് വേണ്ടിയും. എങ്ങനെയാണ് വളർച്ച ഉണ്ടായത്? അധർമ്മത്തിനെതിരായിട്ട് പോരാടിയിട്ട് അതിലൂടെയാണ് ഒരു സുന്ദരമായ ലോകമുണ്ടാക്കാൻ പോകുന്നത്. അതായത് മഹാഭാരത യുദ്ധത്തിലൂടെ, ഇതിലെ 3ാം ലോകമഹായുദ്ധത്തിലൂടെയാണ് ഒരു സുന്ദരമായ ലോകം. ആ ബ്രഹ്മം എന്താണോ വിഭാവനം ചെയ്തത് അത് അവസാനം എത്തിച്ചേരുന്നത് ഈ മഹാഭാരത യുദ്ധത്തിലൂടെയാണ്. ഇതിലെ 3ാം ലോകമഹായുദ്ധത്തിലെ ആണ്. ഇനി 14 ഭയങ്കരമായ സംസാര ക്ലേശങ്ങളിൽ അകപ്പെട്ട് അവശരായ മനുഷ്യർ ഏതൊരു നാമം ഉച്ചരിച്ചോ അതിൽ നിന്ന് ഉടലിന് മുക്തനാവുന്നുവോ അതും പറഞ്ഞു തരിക. അതായത് ഇദ്ദേഹത്തിൻ്റെ നാമം കേട്ടിട്ട് ഭയങ്കരമായ സംസാര ക്ലേശങ്ങളിൽ. അപ്പം നമ്മൾ ഇന്ന് ലോകത്തിൻ്റെ അവസാനം ആകുമ്പോഴേക്ക്, കലിയുഗത്തോട് ദ്വാപരയുഗത്തിൻ്റെ എല്ലാം അവസാനം എത്തുമ്പോഴേക്ക് മനുഷ്യരെല്ലാം സംസാരചാരങ്ങളെപ്പറ്റി കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് ഒരു യുദ്ധത്തിലൂടെയെങ്കിലും ഒരു നല്ല സുന്ദരമായ ലോകമുണ്ടാക്കി കൊടുക്കുന്നത് കൃഷ്ണനാണ്. എല്ലാ പ്രശ്നത്തെയും ഇന്ന് ജീവിതം എന്ന് പറഞ്ഞാൽ ഒരുമാതിരി വല്ലാത്ത അവസ്ഥയിലാണ് ഇന്ന് ലോകമെല്ലാം പോകുന്നത്. നമുക്കറിയാം കഷ്ടപ്പാടും ദുരിതങ്ങളും എല്ലാം. ഇതിൽ നിന്നുള്ളൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ ആര് വിചാരിച്ചാലേ പറ്റുള്ളൂ? കൃഷ്ണൻ വിചാരിച്ചാലേ പറ്റുള്ളൂ. അതിനാണ് അവസാനം എന്ത് നടത്തിയത്? മഹാഭാരത യുദ്ധം ഉണ്ടാക്കിയത്. അതിലൂടെയാണ് ഒരു സുന്ദരമായ ലോകം സൃഷ്ടിച്ചത്. അപ്പോൾ അതെല്ലാം അറിയണമെന്നുണ്ട്. അപ്പം ചരിത്രവും അറിയണമെന്നുണ്ട്. നേരത്തെ പറഞ്ഞത് മുതൽ പ്രപഞ്ച രഹസ്യം മുതലാണ്, പ്രപഞ്ച സൃഷ്ടിക്രമം മുതൽ
അതുമാത്രം പോരാ, ലോകം പോകുന്ന ചരിത്രങ്ങളും നമുക്കറിയണം. ഇനി 15. ശ്രീ ആ ഭഗവാന്റെ തൃപ്പാദം ആശ്രയിച്ച് മുനിമാർ ശാന്തരായ ആരുടെ സമ്പർക്കത്തിൽ സേവകരായി തീർന്നു, അവർ അപ്പോൾ തന്നെ ശുദ്ധരായി തീരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കഥ മനസ്സിലാക്കുമ്പോൾ, ഈ ഭാഗവതം മനസ്സിലാക്കുമ്പോൾ എന്തായിത്തീരും? മനുഷ്യർ ശുദ്ധരായിത്തീരും. കാരണം ഇതെല്ലാം ആ ശക്തിയാണ് നമ്മളിലൂടെ ചെയ്യിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ പിന്നെ നമ്മളുടെ സ്വാർത്ഥതയെല്ലാം അങ്ങ് കളയും. കാരണം നമ്മൾ ഞാൻ എന്നൊരു ചിന്ത വെച്ചിട്ട് നമ്മൾ ഓടി നടക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രശ്നത്തിനെല്ലാം കാരണം. എന്ത് ഓടി നടന്നാലും അത് വിചാരിക്കുന്ന കാര്യം നമുക്ക് ചെയ്യാനും പറ്റുള്ളൂ. എങ്കിൽ പിന്നെ എന്ത് ചെയ്താൽ മതി? നമ്മൾ ചെയ്തങ്ങ് കൊടുക്കും. അപ്പം മനസ്സ് ശാന്തമാകും. അപ്പം ആ ഒരു തത്വം ഏതിൽ നിന്നേ കിട്ടുള്ളൂ? ഭാഗവതത്തിൽ നിന്ന് ഈ മായക്ക് പിന്നിലുള്ള ശക്തിയെപ്പറ്റി മനസ്സിലാവുകയുള്ളൂ. അതെല്ലാം പറഞ്ഞു തരാൻ പോകുന്നത്. അതുകൊണ്ട് മനസ്സ് ശുദ്ധമായാൽ ഗംഗാ നദി കൊണ്ട് കുളിച്ചാൽ എപ്പോഴും കുളിച്ചുകൊണ്ടിരിക്കണം, എന്നാലേ ശരീരം ശരിയാവുകയുള്ളൂ. അതാണ് പറയുന്നത്. തുടർച്ചയായ സേവനം കൊണ്ട് ശുദ്ധീകരിക്കുവാനേ ഗംഗാജലത്തിന് പറ്റുകയുള്ളൂ. ഗംഗാജലം കൊണ്ട് ശരീരം ശുദ്ധമാണെങ്കിൽ എപ്പോഴും കുളിച്ചുകൊണ്ടിരിക്കണം, ഇടക്കിടക്ക്. എന്നാൽ ഇതിലൂടെ മനസ്സ് ശുദ്ധമായാൽ നമ്മളെ എല്ലാ പ്രശ്നങ്ങളും തീരും. ഞാനെന്ന ചിന്ത ഒഴിവാക്കുക. അതാണ് ഗീത ഇതെല്ലാം പഠിപ്പിക്കുന്നത്. എല്ലാം അത് ചെയ്യുന്നതാണെന്ന സത്യം ഉൾക്കൊള്ളുക. അതിനായിക്കൊണ്ട് ചെയ്തു കൊടുക്കുക, ഫലം ഇച്ഛിക്കാത്ത. ഇനി 16 മഹാത്മാക്കന്മാർ കലികാല മാലിന്യത്തെ ഇല്ലായ്മ ചെയ്യുവാൻ കഴിയുന്ന ശ്രീ ഭഗവാന്റെ കർമ്മങ്ങളെ വിവരിച്ചു. ഇവ ആരാണ് കേൾക്കാതിരിക്കുക? അപ്പം ഈ മഹാന്മാരായ ഋഷികൾ ഈ ബ്രഹ്മരഹസ്യമെല്ലാം മനസ്സിലാക്കിയിട്ട് വളരെ വിസ്തരിച്ച് ഈ ഭാഗവതത്തിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് ആരാണ് കേൾക്കാതിരിക്കുക എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ലീലകളെ അഥവാ കർമ്മങ്ങളെ പരമവിദ്വാൻമാർ പാടിപ്പുകഴ്ത്തപ്പെട്ടവ ശ്രദ്ധാലുക്കളായ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാൽ. അങ്ങനെ പണ്ഡിതന്മാരായ അവർ ഋഷികൾ എഴുതി പാടിപ്പുകഴ്ത്തിയ കഥകളിലൂടെ, പുരാണ കഥകളിലൂടെയെല്ലാം പാടിപ്പുകഴ്ത്തിയ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരിക. ഇത് പറഞ്ഞിട്ട് പറയാം, ബുദ്ധിമാനായ സൂത അദ്ദേഹത്തിൻ്റെ യോഗമായാലുള്ള അവതാര കഥകളാകുന്ന ക്രീഡകളെയും ഞങ്ങൾക്ക് പറഞ്ഞു തരിക. അപ്പോൾ എന്തും കൂടി പറഞ്ഞു തരണം. കൃഷ്ണൻ്റെ കഥ മാത്രം പോരാ, അവതാര കഥകൾ. അവതാരം എവിടെ നിന്ന് തുടങ്ങിയാണ്? ബ്രഹ്മം തൊട്ട് തുടങ്ങിയാണ്. മത്സ്യം, കൂർമ്മം, നഖം തൊട്ട്. അപ്പം സൃഷ്ടിക്രമം മുഴുവൻ വിവരിച്ചു കൊടുക്കാനാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ വെറും കൃഷ്ണൻ്റെ കഥ മാത്രം പറയാനല്ല. അങ്ങനെ സൃഷ്ടിക്രമം വിവരിക്കുമ്പോൾ കൃഷ്ണൻ്റെ കഥയും വരും. 20 പറയുന്നു, കപടതയാൽ മനുഷ്യനായി നടിച്ചവനും. കപടതയാലാണ് മനുഷ്യനായി നടിച്ചിരിക്കുന്നത്. മനുഷ്യനായിട്ട് നടിച്ചിരിക്കുകയാണ്, കപടതയാലാണ്. കാരണം വേദവ്യാസൻ കപട രൂപത്തിലാണ് കൃഷ്ണൻ എന്നൊരു കഥാപാത്രത്തെ മനുഷ്യനായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ആർക്കും അറിഞ്ഞുകൂടാത്തവനാണ്. അത് ബ്രഹ്മമാണ്. ആ ബ്രഹ്മത്തെ ഒരു മനുഷ്യരൂപത്തിൽ കപട വേഷത്തിൽ അവതരിപ്പിക്കുകയാണ് ആര് ചെയ്തിരിക്കുന്നത്? വേദവ്യാസൻ ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തെ ബ്രഹ്മത്തെ, ബ്രഹ്മമാകുന്ന ഈ കാലഘട്ടത്തെ, ഈ കാലത്തിലൂടെയാണ് ആക്ട് ചെയ്യുന്നത്. ആ കാലത്തെ ഒരു കപടമായ രൂപത്തിൽ മനുഷ്യനായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ ആർക്കും അറിഞ്ഞുകൂടാതെ. സർവജ്ഞാന സമ്പന്നനുമായ ശ്രീകൃഷ്ണ. അപ്പം ശ്രീകൃഷ്ണൻ ഏതാണ്? സർവജ്ഞാനം തികഞ്ഞ ആ ബ്രഹ്മമാണ്. അതിനെ വേദവ്യാസൻ കപട രൂപത്തിൽ, മനുഷ്യരൂപത്തിൽ അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഈ പറയുന്ന ശ്രീകൃഷ്ണൻ ഏതാണ്? സർവജ്ഞാനവും തികഞ്ഞ ആ നിർഗുണമായ ബ്രഹ്മമാണ്. അത് ഇതിലൊന്നും തലയിടാൻ പോകുന്നില്ല, നടക്കേണ്ടത് വഴിക്ക് പോകും. ബലരാമനൊത്ത് അതിമാനുഷമായ വീരകർമ്മങ്ങളെ ചെയ്തു പോകും. അപ്പം ബലരാമൻ്റെ കഥയും എല്ലാം ഇതിനകത്ത് പറയണമെന്ന് പറയണം, ഒന്നും വിടാതെ പറയാനാണ് പ്രപഞ്ചരഹസ്യം. ഇനി 21 കലികാലം വന്നതറിഞ്ഞ് വൈഷ്ണവ ക്ഷേത്രത്തിൽ നീണ്ട കാലം കൊണ്ട് മുഴുമിപ്പിക്കാനുള്ള ഒരു യത്നത്തിൽ, ഇതാദ്യം പറഞ്ഞ തന്നെ
കലികാലം വരുമ്പോഴാണ് ഈ കഥ ആവശ്യമുള്ളത്. ഈ വൈഷ്ണവ കാലഘട്ടത്തിൽ എത്രയോ കാലം നീണ്ടു നിൽക്കുന്ന 1000 വർഷത്തോളം, ബ്രഹ്മാവിൻ്റെ 1000 വർഷത്തോളം നീണ്ടു നിൽക്കുന്നതിൻ്റെ അവസാനമായ കലിയുഗം വരുമ്പോൾ അപ്പം ഞങ്ങൾക്ക് അപ്പോൾ യജ്ഞത്തിൽ ഏർപ്പെട്ടിരുന്നതായ ഞങ്ങൾക്ക് കൃഷ്ണകഥ കേൾക്കാൻ അവസരം പാർത്തിരിക്കുകയാണ്. നമ്മളെല്ലാം ആ കാലഘട്ടത്തിലേക്കാണ് ഈ കഥയുള്ളത്. ഇനി 22, മനുഷ്യരുടെ സത്വഗുണത്തെ നശിപ്പിക്കുന്ന കലിയെ കടക്കാൻ പ്രയാസമായ സമുദ്രത്തെ പോലെ മറികടക്കാൻ ഞങ്ങൾക്ക് കടത്തുകാരനായിട്ട് അങ്ങ് വഴി കാണിച്ചു. ഭയങ്കര സമുദ്രത്തെ മറികടക്കേണ്ടിട്ട് നമുക്കൊരു കടത്തുകാരൻ്റെ സേവനം പോലെ ഈ കലിയുഗത്തിലുള്ള പ്രശ്നങ്ങളെ മുഴുവൻ നമുക്ക് ശാന്തമായിട്ട് നേരിടാൻ വേണ്ടിയിട്ട് ഒരു കഥയായിട്ട് അങ്ങ് കടത്തുകാരനായിട്ട് വരാൻ വേണ്ടിയിട്ട് സുഖനോട് പറയുകയാണ്. ആരോട്? സൂതനോട് പറയുകയാണ്. 23 കർമ്മജ്ഞാനം ഭക്തി എന്നിങ്ങനെ 3 തരംതിരിഞ്ഞ യോഗങ്ങൾക്ക് ഫലദാതാവും ബ്രഹ്മജ്ഞന്മാർക്ക് ഹിതകാരിയും ധർമ്മത്തിൻ്റെ രക്ഷാകവചവുമായ ശ്രീകൃഷ്ണൻ. അപ്പം ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ഈ ബ്രഹ്മം, കർമ്മജ്ഞാനം ഭക്തി എന്നിങ്ങനെ 3 തരംതിരിഞ്ഞ യോഗം. അപ്പം നമ്മൾ കർമ്മം ചെയ്യണം. എങ്ങനെയായിട്ട് കർമ്മം ചെയ്യണം? ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മം ചെയ്യണം. അപ്പം നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നുണ്ട്? സയൻസിൻ്റെ ജ്ഞാനം അത് ശരിയായി പഠിച്ചിട്ട് ചെയ്യണം. എന്ത്? എങ്ങനെ? ഭക്തിയോടുകൂടി. ആർക്ക് വേണ്ടി ചെയ്യണം? നമ്മളെ സൃഷ്ടിച്ചത് പ്രപഞ്ചം മുന്നോട്ടേക്ക് പോകുന്ന കർമ്മത്തിൽ പങ്കെടുക്കാനാണ്. അതിനുവേണ്ടി ആ കാലത്തോടൊപ്പം, ആ കാലത്തിന് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കണം. നമ്മൾ ചെയ്യേണ്ട ജോലി ആ പ്രപഞ്ചത്തിനായി ചെയ്തു കൊടുക്കണം. അതാണ് ഭക്തി. ആ ശക്തിക്കായിട്ട് ചെയ്തു കൊടുക്കും. ബ്രഹ്മമാണ്, അല്ലെ ആ കൃഷ്ണനാണ്. ബ്രഹ്മം തന്നെയാണ് കൃഷ്ണൻ. കൃഷ്ണനാണ് ലോകത്തെ ഒരു സുന്ദരമായ ലോകമുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ കർമ്മം ചെയ്തു കൊടുക്കുക, നമുക്ക് വേണ്ടിയല്ല. അതിൻ്റെ ഫലം നൽകുന്നത് ആരാണ്? കൃഷ്ണനാണ്, ഫലദാതാവ്. ആ കർമ്മത്തിന് ഫലം നൽകും. അതിൽ നിന്ന് എന്ത് കിട്ടിയാൽ അത് ആർക്ക് തന്നെയാണ് കിട്ടുന്നത്? ലോകം പുരോഗമിച്ച ഫലം ആർക്ക് തന്നെ കിട്ടുമോ? നമുക്ക് തന്നെയാണ് തരിക. അപ്പം ഫലദാതാവായ കൃഷ്ണൻ തൻ്റെ വാസസ്ഥാനമായ വൈകുണ്ഠത്തെ ഇപ്പോൾ പ്രാപിച്ചിരിക്കെ ധർമ്മം ആരെ ശരണം പ്രാപിക്കും? അപ്പോൾ ഇപ്പോഴെന്ത് ചെയ്തിട്ടുണ്ട്? ആ കൃഷ്ണൻ കലികാലത്തിൻ്റെ അവസാനമാകുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൃഷ്ണൻ അങ്ങ് വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട്. എപ്പോൾ? മഹാഭാരത യുദ്ധം കഴിഞ്ഞ് ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കിയതിൻ്റെ ശേഷം കൃഷ്ണൻ എന്ത് ചെയ്തു? തിരിച്ച് വൈകുണ്ഠത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോൾ തന്നെ എന്തു സംഭവിക്കുന്നുണ്ട്? യാദവര് തമ്മിൽ തല്ലുന്നുണ്ട്. അപ്പോൾ മനുഷ്യരൊരു പ്രളയം ഉണ്ടാകുമ്പോൾ നമുക്കറിയാലോ, ഇവിടെ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ജാതി മത ചിന്തകളില്ലാതെ എല്ലാവരും ഒരു നിലനിൽപ്പിന് വേണ്ടി ഒന്നിച്ചു പ്രവർത്തിച്ചു. പക്ഷെ ദിവസം കഴിയുന്തോറും പിന്നെ പാരപൊട്ട് തുടങ്ങി. അതുപോലെ തന്നെ ഒരു മഹാഭാരത യുദ്ധം, 3-ാം ലോകമഹായുദ്ധം ഉണ്ടായി. ഈ ലോകം മുഴുവൻ നശിച്ച് കുറച്ച് പേര് രക്ഷപ്പെടുമ്പോൾ അവർക്ക് ജാതി ഉണ്ടാവില്ല, മതം ഉണ്ടാവില്ല, ചിന്ത ഉണ്ടാവില്ല. എല്ലാവരും ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരൊറ്റ സമൂഹമായിട്ട് വർത്തിക്കും. അതാണ് വസുദേവ കുടുംബം. ലോകം മുഴുവൻ ഒരു കുടുംബം പോലെ. അവർക്ക് ജാതി മത ഉച്ചങ്ങളൊന്നും ഉണ്ടാവില്ല. ലോകത്തെ രക്ഷിക്കാനുള്ള ഒരൊറ്റ ചിന്താഗതി ഉണ്ടാവും. അങ്ങനെ അവരെല്ലാ ജ്ഞാനവും തികഞ്ഞവരായിരിക്കും. അതിൻ്റെ ശേഷം കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ ഇവന്മാരുടെ കയ്യിൽ നിന്ന് പഴയ സ്വഭാവങ്ങളെല്ലാം പുറത്തു വരും. പിന്നെ പണ്ടത്തെ അവസ്ഥ തന്നെയാകും. അപ്പോഴേക്ക് കൃഷ്ണൻ ഇവിടെ പോകും. കാലം തിരിച്ച് പിന്മാറി, കാലം പിന്നോട്ടടിച്ചു. അപ്പോഴാണ് ഈ കാലചക്രെല്ലാം പിന്നെ വീണുടഞ്ഞിട്ട് എവിടെ പോയി വീഴുന്നത്? നൈമിഷാരണ്യത്തിൽ പോയി, ബ്രഹ്മത്തിൽ പോയി ലയിക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് മുമ്പിലുള്ള സമയമുണ്ടല്ലോ, പ്രളയത്തിന് മുമ്പിലുള്ള സമയം. അപ്പോഴെന്ത് പറയുന്നു? അപ്പോൾ ധർമ്മം ആരെ ശരണം പ്രാപിക്കും? കൃഷ്ണൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴാണ് യാദവര് തമ്മിൽ തല്ലുന്നതും കൂട്ടയടിയായി അവസാനം പ്രളയം വന്നല്ലോ രചിക്കുന്നത്. അപ്പം അതുവരെയുള്ള കാര്യം പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പറയുകയാണ്.